കണ്ണൂർ വിഷൻ നേർരേഖയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. നേർരേഖ എപ്പിസോഡിൽ ചർച്ച ചെയ്യുന്നത് പിണറായി സർക്കാർ 9 വർഷം. വലിയ ചർച്ചകളാണ് കേരളത്തിലുടനീളം നടക്കുന്നത്. മൂന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരും എന്ന് ഒരു വിഭാഗം, ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ലെന്ന് മറുവിഭാഗം. അതുപോലെ മാണി UDF-ലേക്ക് വരുമോ, ലീഗ് UDF വിടുമോ, NDA അക്കൗണ്ട് തുറക്കുമോ, അൻവർ UDF-ലെത്തുമോ, അങ്ങനെ നിരവധി ചോദ്യങ്ങളാണ് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അലയടിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾക്ക് കളമൊരുങ്ങിക്കഴിഞ്ഞു. CPM-ൻ്റെ സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് പൂർത്തിയായി. കണ്ണൂർ ജില്ലക്കാരായ പ്രകാശൻ മാസ്റ്റർ ഉൾപ്പെടെയുള്ള പുതിയ ആളുകൾ സംസ്ഥാന കമ്മിറ്റിയിൽ എത്തുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ രാഷ്ട്രീയ CPM സമ്മേളനം കഴിഞ്ഞതോടുകൂടി അതുമായി ബന്ധപ്പെട്ടും ഒത്തിരി അലയൊലികളും ചർച്ചകളും സമൂഹത്തിൽ നടക്കുകയാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ ഈ 9 വർഷത്തെ പിണറായി സർക്കാരിൻ്റെ ഭരണവും നമ്മുടെ കേരളത്തിൻ്റെ തുടർന്നുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളും നേർരേഖ ഈ എപ്പിസോഡിൽ വിലയിരുത്തുകയാണ്. പ്രമുഖരായ 3 നേതാക്കളാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തിയിട്ടുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ CPM-ൻ്റെ സംസ്ഥാന കമ്മിറ്റിയിൽ എത്തിയിട്ടുള്ള M പ്രകാശൻ മാസ്റ്റർ, അദ്ദേഹം മുൻ MLA ആണ്, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ കരുത്തനായ സംസ്ഥാനതല നേതാവാണ്. അതോടൊപ്പം DCCയുടെ കരുത്തനായ പ്രസിഡന്റ് മാർട്ടിൻ ജോർജ്, അദ്ദേഹം കണ്ണൂർ DCCയെ വളരെ ശക്തിയോട് കൂടി തന്നെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരാളുള്ളത് ബിജു ഏളക്കുഴിയാണ്. BJPക്ക് കേരളത്തിൽ ആദ്യമായിട്ട് ഒരു ജില്ലയിൽ 2 പ്രസിഡന്റുമാർ, ചില ജില്ലകളിൽ 3 പ്രസിഡന്റുമാർ. അതിൽ കണ്ണൂർ ജില്ലയിലെ ഒരു പ്രസിഡന്റാണ് ശ്രീ ബിജു ഏളക്കുഴി. 3 പേർക്കും നേർരേഖയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. നമുക്ക് തുടങ്ങുമ്പോൾ പ്രകാശൻ മാഷിൽ നിന്ന് തന്നെ തുടങ്ങാം. 9 വർഷത്തെ ഭരണം, പിണറായി സർക്കാരിൻ്റെ ഭരണം, അതിനെ എങ്ങനെ വിലയിരുത്തുന്നു താങ്കൾ? എന്താണ് നമ്മൾ ഉയർത്തുന്ന മുദ്രാവാക്യങ്ങൾ എന്തായിരിക്കും നമ്മുടെ മനസ്സിലുള്ളത്? കേരളത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റുകളുടെ ഭരണം ആരംഭിച്ചത് ഞങ്ങളുടെ പാർട്ടിയുടെ നേതൃത്വത്തിലാണ് 57. ആ ഗവൺമെൻറ് കേരള വികസനവുമായി ബന്ധപ്പെട്ട് മുന്നോട്ടേക്ക് വെച്ചൊരു പരിപ്രേക്ഷ്യമുണ്ട്. ആ പരിപ്രേക്ഷ്യത്തിൻ്റെ കൂടി ഫലമായി ഇന്ന് രാജ്യത്തും ലോകത്തും ഒരുപാട് നേട്ടങ്ങൾ ഒന്നാമത് എന്നുള്ള നിലക്ക് കേരളത്തിന് ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഈ കാലത്തെല്ലാം കേരളം നേടിയ നേട്ടങ്ങളെ ഒന്നുകൂടി എങ്ങനെ മുന്നോട്ടേക്ക് നയിക്കാനാവും എന്ന ഗൗരവമായിട്ടുള്ള പരിശോധനയിലാണ് 2016 പിണറായി വിജയൻ നയിക്കുന്ന LDF-ൻ്റെ ഗവൺമെൻറ് അധികാരത്തിൽ വന്നത്. ആ ഗവൺമെൻറ്റിൻ്റെ ഒന്നാമത്തെ ടേം പൂർത്തീകരിക്കുന്ന സമയത്ത് തന്നെ വരുന്നൊരു 25 വർഷക്കാലം കേരളം എങ്ങനെ മുന്നോട്ടേക്ക് പോകണം എന്നുള്ള ദീർഘവീക്ഷണത്തോടെയുള്ള ഒരു പരിപാടി ആവിഷ്കരിച്ചുകൊണ്ടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങളെ സമീപിച്ചത്. ഗവൺമെൻറ് വന്നിരിക്കുന്നത് ആ ഒരു അടിസ്ഥാനത്തിലാണ്. വലിയ നിലക്കുള്ള മുന്നേറ്റം ഈ 9 കൊല്ലക്കാലം കൊണ്ട് അടിസ്ഥാന വികസനത്തിൻ്റെ കാര്യത്തിൽ, പശ്ചാത്തല സൗകര്യങ്ങളുടെ കാര്യത്തിൽ, സേവനവുമായി ബന്ധപ്പെട്ട മേഖലയിൽ, അതുപോലെ തന്നെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൽ, ഇങ്ങനെ ജനജീവിതവുമായി, പ്രത്യേകിച്ച് താഴെ തട്ടിലുള്ള ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട അടിസ്ഥാനപരമായ നിരവധി മാറ്റങ്ങൾ ഈ കഴിഞ്ഞ 8 കൊല്ലക്കാലം കൊണ്ട് കേരളത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞു. അപ്പം ഞങ്ങളുടെ ഏറ്റവും ഒടുവിലത്തെ സംസ്ഥാന സമ്മേളനം നടന്നപ്പോൾ ഇതുവരെ ഈ നവകേരളം നേടിയെടുക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ 4 കൊല്ലക്കാലം ഉണ്ടായ മാറ്റങ്ങളെ കൂടി പരിഗണിച്ചുകൊണ്ട് നവകേരള വികസനത്തിനുള്ള പുതുവഴികൾ എന്തായിരിക്കണം എന്നതിനെ സംബന്ധിച്ച് കൂടി ചർച്ച ചെയ്ത ഒരു സമ്മേളനമാണ് ഈ കഴിഞ്ഞ ദിവസം അവസാനിച്ചത്. ആ നിലക്ക് 57 EMS-ൻ്റെ ഗവൺമെൻറ് ആരംഭിച്ചിട്ടുള്ള കേരളത്തിൻ്റെ പൊതുവികസനം, കേരളത്തിലെ സാധാരണ ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് അവർക്ക് ഒരു വികസിത സമൂഹത്തിൻ്റെ നിലയിലേക്ക് ഉയരാൻ വേണ്ടി പറ്റാവുന്ന ഒരു സ്ഥിതിവിശേഷം സാമ്പത്തികമായി, സാമൂഹ്യമായി, അതുപോലെ തന്നെ ജീവിത തോതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഉണ്ടാക്കാനുള്ള ഒരു വലിയ ശ്രമമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് 8 കൊല്ലക്കാലമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും അത് കേരളത്തിലെ ജനങ്ങൾക്ക് ഉത്തമമായ ബോധ്യമുണ്ട് എന്നുള്ളതുകൊണ്ട് ഇത് തുടർച്ചയുണ്ടാവാൻ ഇപ്പോൾ കഴിഞ്ഞ കാലത്തെല്ലാം ഒരു അനുഭവം എന്താണെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഗവൺമെൻറ് കുറേ പുതിയ കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള തുടക്കമിടും. അത് ചിലപ്പോൾ പൂർത്തീകരിക്കുമ്പോൾ ഞങ്ങളുടെ മുന്നണി ഗവൺമെൻറ് ആയിരിക്കില്ല കേരളത്തിൽ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ രണ്ടാമത്തെ ഗവൺമെൻറ് ചരിത്രത്തിൽ ആദ്യമായിട്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ചരിത്രം ആവർത്തിക്കാനും കേരളത്തിന് ഇന്ന് നേടിയ നേട്ടങ്ങളിൽ നിന്ന് ഒരു കുതിച്ചുചാട്ടം ഉണ്ടാക്കാൻ വേണ്ടി കഴിയും എന്നുള്ളതാണ് 9 വർഷക്കാലമുള്ള ഈ ഗവൺമെന്റിനെ സംബന്ധിച്ച ഞങ്ങളുടെ പ്രതീക്ഷയും വിലയിരുത്തലും. ഈ 9 വർഷത്തെ പിണറായി സർക്കാർ എന്ന് പറയുന്നത് സമസ്ത മേഖലയിലും പരാജയപ്പെട്ട ഒരു ഗവൺമെന്റ് ആണ് എന്നുള്ളത്
വളരെ സത്യസന്ധമായി വിലയിരുത്തുന്ന ആർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. പ്രകാശൻ മാഷൂടെ പറയുമ്പോൾ പരത്തി പറഞ്ഞു ഒരു ഗവൺമെന്റ് വന്ന് ഞങ്ങൾ വീണ്ടും വന്നപ്പോൾ അങ്ങനെ. സത്യത്തിൽ 1-2 ഉദാഹരണങ്ങൾ മാത്രം എടുത്താൽ പോരെ. ഈ നാട്ടിൽ കൊണ്ടുവന്നിരിക്കുന്ന വികസനങ്ങൾ മുഴുവൻ കോൺഗ്രസ് ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കൊണ്ടുവന്നത് തന്നെയാണ്. അതിനകത്ത് ഒന്നും മാറ്റിവെക്കാം. ഒരു വികസന പ്രവർത്തനവും ഈ 9 വർഷത്തിൻ്റെ ഇടയിൽ ഇവിടെ കൊണ്ടുവന്നില്ല. അത് കാണിക്കാൻ വേണ്ടി തയ്യാറാകണം. നമ്മുടെ നാട്ടിൽ തൊട്ടടുത്തുള്ള ഒരു ഉദാഹരണം പറയാം. ഇത് രണ്ടാമത് ഒരു ഗവൺമെന്റ് വരുമ്പോൾ അതിന്റെ പിന്തുടർച്ച എന്നതിൽ അതിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുമെന്ന് മാഷ് പറഞ്ഞു. പരിയാരം മെഡിക്കൽ കോളേജ് കൊണ്ടുവരുന്ന സമയത്തുണ്ടായ വലിയ സമരങ്ങൾ നമ്മൾ കണ്ടതാണ്. അന്ന് ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെന്റ് സ്ഥാനത്ത് ആ പരിയാരം മെഡിക്കൽ കോളേജ് എത്രമാത്രം ഡെവലപ്പ് ചെയ്തു വന്നു. ഏഷ്യയിലെ തന്നെ ഒരു നല്ലൊരു ഹോസ്പിറ്റലായി അത് വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് CPM ഗവൺമെന്റ് വന്നപ്പോൾ അതിനെ തകർത്തു. പിന്നീട് ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെന്റ് വന്നപ്പോൾ അത് വീണ്ടും ഡെവലപ്പ് ചെയ്തു. ഇപ്പോൾ അതിൻ്റെ അവസ്ഥ എന്താണ് എന്നുള്ളത് നമുക്ക് അറിയുന്ന കാര്യമാണ്. അതുപോലെ തന്നെ കേരളത്തിൻ്റെ വികസന രംഗത്ത് കൊണ്ടുവന്ന എല്ലാ കാര്യങ്ങളും, വിഴിഞ്ഞം തുറമുഖം ആര് കൊണ്ടുവന്നു? അന്നത് കൊണ്ടുവന്ന സമയത്ത് 6,000 കോടിയുടെ അഴിമതി എന്ന് പറഞ്ഞിട്ട് പ്രശ്നമാക്കി. സ്മാർട്ട് സിറ്റി ആര് കൊണ്ടുവന്നു? ആര് നടപ്പിലാക്കി? മെട്രോ റെയിൽ ആര് കൊണ്ടുവന്നു? ആര് നടപ്പിലാക്കി? കണ്ണൂർ വിമാനത്താവളം ആര് കൊണ്ടുവന്നു? ആര് നടപ്പിലാക്കി? നെടുമ്പാശ്ശേരി വിമാനത്താവളം ആര് കൊണ്ടുവന്നു? ആര് നടപ്പിലാക്കി? കൊണ്ടുവന്നത് UDF, നടപ്പിലാക്കിയത് LDF എന്നാണോ പറയുന്നത്? അല്ല, അതാണ് കൊണ്ടുവന്നു, ആര് നടപ്പിലാക്കി? എല്ലാം നടപ്പിലാക്കിയതും കൊണ്ടുവന്നതും എല്ലാം UDF ഗവൺമെന്റ് തന്നെയാണ്. അതിന്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാം ചുക്കാൻ പിടിച്ചതും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയതും. കണ്ണൂർ ഒരു യൂണിവേഴ്സിറ്റി കൊണ്ടുവരാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ അതിനെ എതിർത്തു. കണ്ണൂർ യൂണിവേഴ്സിറ്റി എന്തിനാണ് ആവശ്യമെന്ന് ചോദിച്ചു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഉള്ളപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റി വേണ്ടെന്ന് പറഞ്ഞു. ഇത് തന്നെയാണ് പരിയാരം മെഡിക്കൽ കോളേജിന്റെ മംഗലാപുരത്തും കോഴിക്കോടും മെഡിക്കൽ കോളേജ് ഉള്ളപ്പോൾ പരിയാരത്ത് മെഡിക്കൽ കോളേജ് വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് അതിന്റെ ഉദ്ഘാടനത്തിന് AR ആന്തുലിയും K കരുണാകരനും ഫ്ലൈറ്റിൽ വന്നപ്പോൾ ഹെലികോപ്റ്റർ വന്നപ്പോൾ അവിടെ ആ റൂട്ടിൽ നിരന്ന് കടന്നു പോളാക്കിയത്. എല്ലാ വികസന പ്രവർത്തനങ്ങളെയും തടസ്സപ്പെടുത്തിയിട്ടുണ്ട്. അത് പിന്നെ കാർഷിക മേഖലയായാലും വിദ്യാഭ്യാസ മേഖലയായാലും സമസ്ത മേഖലകളിലും വികസനങ്ങളെ തടസ്സപ്പെടുത്തിയ ചരിത്രമാണ് ഇടതുപക്ഷത്തിനുള്ളതെന്നാണ് യാതൊരു സംശയം. തിരിച്ചു വരാം. എങ്ങനെയാണ് ബിജു എളക്കുഴി ഈ 2 മുന്നണികളും പറയുന്നതിന് എങ്ങനെ നോക്കിക്കാണുന്നു? ഈ 2 മുന്നണികളും ഒരു കേരളത്തിൻ്റെ സ്ഥിതി ഇന്ന് വളരെ ദയനീയമായ സാഹചര്യത്തിലേക്ക് എത്തിക്കുന്നതിന് ഈ 2 മുന്നണികളും തുല്യ പ്രാധാന്യം ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ 9 വർഷക്കാലത്തെ LDF ഗവൺമെൻറ്റിനെ കുറിച്ചാണ് നാം വിലയിരുത്തുന്നത്. നമുക്കറിയാം, ഇവിടെ LDF ഗവൺമെൻറ് 2016 അധികാരത്തിലേക്ക് വരുമ്പോൾ 1.74 ലക്ഷം കോടി രൂപയുടെ കടബാധ്യതയായിരുന്നു നമുക്ക് കേരളത്തിലുണ്ടായിരുന്നത്. ഇന്ന് 4.25 ലക്ഷം കോടിയുടെ കടബാധ്യതയിലേക്ക് ഈ കേരളം മാറി എന്നുള്ളതാണ് 9 വർഷക്കാലത്തെ പിണറായി സർക്കാരിൻ്റെ നേട്ടം എന്ന് പറയാൻ വേണ്ടി കഴിയുന്നത്. നമുക്കറിയാം, സമസ്ത മേഖലയും പരാജയപ്പെട്ട ഒരു ഗവൺമെൻറ്റായിട്ട് ഈ LDF ഗവൺമെൻറ് മാറി. ഒരു ടീമിനെ നയിച്ചു കൊണ്ടുപോകാൻ കഴിയുന്ന മുഖ്യമന്ത്രിയായി പിണറായി വിജയന് മാറാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല. ഒരു കൂട്ടുത്തരവാദിത്വം എന്നുള്ളത് ഇവിടെ മറന്നുപോയിട്ടുള്ള ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. കേരളം ഇന്ന് വരെ കാണാത്ത രീതിയിലുള്ള ഒരു അരാജകത്വത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുമ്പോൾ പോലും ക്രിമിനൽ കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നതിൻ്റെ ഒരു കാര്യം നോക്കുന്ന സമയത്ത് അത് വർദ്ധിച്ചു വരികയാണ്. എങ്ങനെയാണ് കേരളം ഈ തരത്തിലേക്ക് മാറിയത്? ദൈവത്തിൻ്റെ സ്വന്തം നാടാണ് നമ്മുടേത്. സാംസ്കാരിക കേരളമാണ്, പ്രബുദ്ധ കേരളമാണ്. എന്നാൽ ഇന്ന് കേരളത്തിൽ ലഹരി ഉപയോഗിച്ച് ഉണ്ടാകുന്ന ക്രൈം എത്രയാണ് വർദ്ധിച്ചിട്ടുള്ളത്? ഇന്ന് വരെ കേരളം കാണാത്ത രീതിയിലുള്ള ഒരു പോക്കാണ് കേരളം ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ലഹരി വസ്തുക്കളുടെ വ്യാപനം കേരളത്തിൽ വർദ്ധിച്ചിരിക്കുന്നു. എന്നാൽ ഇത് തടയുന്നതിന് വേണ്ടിയിട്ട് ഒരു നിലപാടെടുക്കാൻ വേണ്ടി ഇവിടുത്തെ സർക്കാരിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ക്രൈം എത്രയാണ്? ആരെയൊക്കെയാണ് കൊലപ്പെടുത്തുന്നത്? സ്വന്തം അമ്മയെ കൊലപ്പെടുത്തുന്നു, അമ്മ മകനെ കൊലപ്പെടുത്തുന്നു, അച്ഛൻ മകനെ കൊലപ്പെടുത്തുന്നു, അച്ഛനെ മകൻ കൊലപ്പെടുത്തുന്നു, ബന്ധുക്കളെ കൊലപ്പെടുത്തുന്നു, അയൽവാസികളെ കൊലപ്പെടുത്തുന്നു. കേരളം ഒരു ഭയാനകമായ നിലയിലേക്ക്
മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഈ 9 വർഷമായിട്ട് LDF സർക്കാർ സംഭാവന ചെയ്തത് എന്നാണ് ഞങ്ങൾ ഇവിടെ ആരോപിക്കുന്നത്. തിരിച്ചു വരാം. ശ്രീ പ്രകാശൻ മാസ്റ്റർ, പ്രധാനപ്പെട്ട ഒരു കാര്യം, പ്രധാന നേട്ടങ്ങൾ മുഴുവൻ UDF കൊണ്ടുവന്നു എന്നതാണ് അവർ പറഞ്ഞു കഴിഞ്ഞത്. ബിജു പറഞ്ഞത് അതിനേക്കാൾ ഭീകരമായ അതിനൊരു സത്യമുണ്ട്. കൊലപാതകങ്ങളുടെ എണ്ണം കൂടുന്നു. ഒരാൾ തന്നെ 5-6 ആളെ കൊല്ലുക, അമ്മയെ കൊല്ലുക, അങ്ങനെ ഭീകരമായ ഒരു അവസ്ഥ കേരളം ലഹരിയുടെ കാര്യത്തിൽ, അക്രമ വാസനയുടെ കാര്യത്തിൽ കേരളത്തിൽ ഉണ്ടായിരിക്കുന്നു. എന്താണ് എങ്ങനെയാണ് ഇതിനെല്ലാം സാർവത്രികമായിട്ട് അംഗീകരിക്കപ്പെടുന്ന ഔദ്യോഗികമായ കണക്കുകളുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 4 കൊല്ലക്കാലം നിതി ആയോഗ് പ്രധാനമന്ത്രി ചെയർമാനായിട്ടുള്ള സംവിധാനമാണല്ലോ. 21 കാര്യങ്ങളിലാണ് ഈ ഇന്ത്യയിലെ 1ാമത്തെ സ്റ്റേറ്റ് കേരളമാണ് എന്ന് പറഞ്ഞത്. ഇപ്പോൾ സുസ്ഥിര വികസനം, ഇപ്പോൾ റിപ്പോർട്ട് വന്നിട്ടേ ഉള്ളൂ, ഇന്ത്യയിലെ 1ാമത് കേരളമാണ്. ഈ വരുന്ന 2025 നവംബർ ആകുമ്പോഴേക്ക് ഇന്ത്യയിലെ ആദ്യത്തെ കേവല ദാരിദ്ര്യമില്ലാത്ത സംസ്ഥാനമായിട്ട് ഈ കേരളം മാറുകയാണ്. ഇന്ത്യയിൽ ആരോഗ്യരംഗത്ത് ഏറ്റവും വലിയ മുന്നേറ്റം ഉണ്ടാക്കിയത് കേരളമാണ് എന്ന് ഈ കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുമ്പാണ് നിതി ആയോഗ് ചൂണ്ടിക്കാണിച്ചത്. വിദ്യാഭ്യാസ രംഗത്ത് 1ാമത് നിൽക്കുന്ന സ്റ്റേറ്റ് കേരളമാണ് എന്ന് ഇതേ നിതി ആയോഗ് ചൂണ്ടിക്കാണിച്ചാണ്. ഇന്ത്യയിൽ ഏറ്റവും ഏറെ തൊഴിലെടുക്കുന്ന ആളുകൾ കൂലി വാങ്ങുന്ന സ്റ്റേറ്റ് 2 മാസങ്ങൾക്ക് മുമ്പാണ് നിതി ആയോഗ് പ്രഖ്യാപിച്ചത് കേരളം. സ്ത്രീകൾക്ക് ഏറ്റവും ഏറെ വിദ്യാഭ്യാസവും തൊഴിലുമുള്ള സംസ്ഥാനമായിട്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് നിതി ആയോഗ് കേരളത്തെ ചൂണ്ടിക്കാണിച്ചത്. ഈ നിലയ്ക്ക് ഞാൻ പട്ടിക സമയമില്ലാത്തതുകൊണ്ട് നീട്ടുന്നില്ല. വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇവിടെ ഇപ്പോൾ NH വികസനം, ഞാൻ ചോദിക്കട്ടെ, ഉമ്മൻചാണ്ടി ഗവൺമെന്റ് NHന് സ്ഥലമെടുത്ത് കൊടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് കത്ത് കൊടുത്ത ഗവൺമെന്റാണ്. ആ ഗവൺമെന്റിന്റെ കാലത്ത് 1 ഇഞ്ച് NH കേരളത്തിൽ വികസിച്ചിട്ടില്ല. ഞങ്ങൾ അഭിമാനത്തോടെ പറയും, ഇക്കൊല്ലം അവസാനിക്കുമ്പോഴേക്ക് കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള NH വികസനം പൂർത്തീകരിക്കും. 6 വരി പാത കേരളത്തിൽ പൂർത്തിയാവും. അതോടൊപ്പം തന്നെ നിങ്ങൾ കാണാൻ വേണ്ടി ഗെയിൽ പൈപ്പ് ലൈൻ നിർത്തിവെച്ച ഗവൺമെന്റാണ് ഉമ്മൻചാണ്ടി ഗവൺമെന്റ്, വന്ന് ആരംഭിച്ച് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും K4 ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ മലയോര ഹൈവേ ഒരൊറ്റ കാര്യം ഈ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ചെയ്തിട്ടില്ല. ഞങ്ങളുടെ ഗവൺമെന്റ് വന്ന് 3 റീച്ച് പൂർത്തിയായി. ഇപ്പോൾ തീരദേശ ഹൈവേ അതിന് പ്രവർത്തനം ആരംഭിക്കാൻ പോകാൻ. വിഴിഞ്ഞത്തെ കുറിച്ച് പറഞ്ഞല്ലോ, ഞാൻ ചോദിക്കട്ടെ, വിഴിഞ്ഞത്തിന്റെ ടെൻഡർ നടത്തിയിരുന്നോ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കാലത്ത്? വിഴിഞ്ഞത്തെ തുറമുമായി ബന്ധപ്പെട്ട അഴിമതി ഞങ്ങൾക്ക് ഇപ്പോഴും അഭിപ്രായമുണ്ട്. പക്ഷേ അഴിമതി വെച്ചുകൊണ്ട് അത് നിർത്തിപ്പോയാൽ കേരളത്തിന്റെ വികസനം തടയപ്പെടും. നിങ്ങൾ അന്നും പറഞ്ഞു. അല്ല, 2016 ജനുവരി മാസത്തിൽ അന്നത്തെ ഞങ്ങളുടെ പാർട്ടി സെക്രട്ടറി കോടിയേരിയും അതുപോലെ പിണറായിയും നടത്തിയ പത്രസമ്മേളനത്തിന്റെ രേഖകൾ പരിശോധിച്ചാൽ മതി. ഞങ്ങളുടെ ഗവൺമെന്റ് വീണ്ടും വന്നാൽ കൊടി അഴിമതിയാണിതെങ്കിലും ഞങ്ങൾ ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. കൊടുത്തു കഴിഞ്ഞല്ലോ. തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പ് 16 ജൂണിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്നുള്ളൂ. പ്രഖ്യാപിച്ചവരാണ് ഞങ്ങൾ. വിഴിഞ്ഞം അതിലെ പണി തുടങ്ങിയത് മുതൽ ഇന്ന് വരെ പൂർത്തീകരിച്ചത് പൂർണ്ണമായിട്ട് ഞങ്ങളാണ്. അഴിമതി എന്ന് പറഞ്ഞ സമരം ചെയ്ത് തെറ്റായ വസ്തുതയാണെന്ന് പറയുന്നത്. പിന്നെ കേരളത്തിലേക്ക് ഇപ്പോൾ ഏത് കേരളത്തിൽ വ്യവസായ സ്ഥാപനം ആരംഭിച്ചാലും 400 kV ഇലക്ട്രിസിറ്റി കൊടുക്കാൻ വേണ്ടി കഴിയും. കൊല്ലത്ത്, കൊച്ചിയിൽ ആ ഏർപ്പാട് ആരംഭിച്ച ഞങ്ങളാണ്. കേരളത്തിൽ എവിടെയും വ്യവസായങ്ങൾക്ക് പൈപ്പ് ലൈൻ കൊടുക്കാൻ വേണ്ടി പറ്റാവുന്ന സംവിധാനം ഇന്ന് കൊച്ചി കേന്ദ്രീകരിച്ചുകൊണ്ട് പൈപ്പ് ലൈൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ ഗവൺമെന്റ് ആരംഭിച്ചതാണ്. ഇങ്ങനെ വികസനത്തിന്റെ ഒരു വസന്തകാലം ഇപ്പോ UDF ആണെന്ന് സമ്മതിക്കുന്നുണ്ടോ? ശരിയല്ല. എയർപോർട്ട് പദ്ധതി ഉൾപ്പെടെ കണ്ണൂർ എയർപോർട്ട് നായനാർ കൊണ്ടുവന്നതാണ് എന്ന് പറഞ്ഞാൽ അതിപ്പോ അറിയാതിരിക്കുന്ന കാര്യം. ഈ പരിയാരം മെഡിക്കൽ കോളേജിന്റെ വിഷയത്തിൽ എന്താണ്? ഒറ്റ കാര്യം കൂടി പറയാം. ഉമ്മൻചാണ്ടി ഇവിടെ വിമാനത്താവളത്തിൽ ഉദ്ഘാടനം ചെയ്തത് നിങ്ങൾക്കെല്ലാം ഓർമ്മയുണ്ടാവുമല്ലോ. ഏതോ ഒരു പാട്ടോ പിന്നെ ഹെലികോപ്റ്റർ വന്നിട്ട് ഇങ്ങനെ പുകവിടൽ ആർക്കും കാണാൻ കഴിയുന്നില്ലല്ലോ. അത് കഴിഞ്ഞ് 1 കൊല്ലം കഴിഞ്ഞിട്ടാണ് വിമാനത്താവളം ഉദ്ഘാടനം ചെയ്തത്. എന്ന് പറഞ്ഞാൽ ഞാനാണ് ചെയ്തത്. കോൺഗ്രസിന് എപ്പോഴും അങ്ങനെയാണ്. ഈ 8 മൊമ്മൂഞ്ഞിന്റെ ഒരു കഥാപാത്രം ഉണ്ടല്ലോ, അതുപോലെ എല്ലാം ഞങ്ങളുടേതാണെന്ന് സ്ഥാപിക്കാൻ ഞങ്ങൾ ഈ കേരളത്തിന്റെ കഴിഞ്ഞ 4 നൂറ്റാണ്ട് കാലത്തെ വികസനത്തിൽ ഇത്രയേറെ വികസനം നടന്ന മറ്റൊരു കാര്യം ഈ പരിയാരം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട വിഷയം എന്ന് പറയുന്നത്, അവിടെ ഈ സ്ഥാപനത്തെ സ്വകാര്യവൽക്കരിക്കാനും ആളുകൾക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടി പറ്റാവുന്ന ഒരു നിലപാട് സ്വീകരിച്ചപ്പോഴാണ് ഞങ്ങൾ എതിർത്തത്. ഇപ്പോ പരിയാരം മെഡിക്കൽ കോളേജിന്റെ സ്ഥലം ആരുടേതായിരുന്നു? CPM-ൻ്റെതല്ലേ, കോൺഗ്രസിൻ്റെതല്ലല്ലോ. അവിടെ നേരത്തെ ഉണ്ടായിരുന്ന സൊസൈറ്റി എന്ന് പറയുന്നത് ഞങ്ങളുടെ സൊസൈറ്റിയാണ്. ഇവരുടെ ഈ പറയുന്ന മെഡിക്കൽ കോളേജിന് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചത്. അത് മുൻപിലാരും നിന്നു അന്നാരും ചുമതലക്കാരെന്നതല്ല, ഞങ്ങളുടെ പാർട്ടിയുടേതാണ്. പക്ഷേ ഞങ്ങൾ അവിടെ നേരത്തെയുള്ള സാനിറ്റോറിയം ഏറ്റെടുത്ത് അത് കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള തീരുമാനമെടുത്ത് ഞങ്ങളാണ്. ഇപ്പോ അവിടെ ഈ ഗവൺമെന്റ് വരുമ്പോ പരിയാരം മെഡിക്കൽ കോളേജിന്റെ തുടക്കക്കാരൻ നിങ്ങളാണ്, ഉറപ്പല്ലേ? എന്താ സംശയം? ആകെവരാണ് മുന്നിൽ നിന്നത് ഞാൻ നിഷേധിക്കുന്നില്ല. പിന്നെ ഒരു സൊസൈറ്റിയുടെ സ്ഥാപനം എന്നുള്ള നിലയ്ക്ക് ഇന്ന് ഗവൺമെന്റ് മെഡിക്കൽ കോളേജായിട്ട് മാറ്റിയിരിക്കുന്നത് ഇനിയും മെച്ചപ്പെടേണ്ട ധാരാളം കാര്യങ്ങളുണ്ട്. പക്ഷേ ഒരു സർക്കാർ മെഡിക്കൽ കോളേജായിട്ട് അതിനെ മാറ്റിയിരിക്കുന്നത് LDF-ന്റെ ഗവൺമെന്റാണ്, UDF അല്ല. അവിടെ വികസനത്തിന്റെ കാര്യത്തിൽ പിന്നെ 2 കാര്യം കൂടി. ഒന്ന്, ഇപ്പൊ സാമ്പത്തിക കാര്യം പറഞ്ഞു, കടമിരട്ടിയായി. ശരിയാണ്, കടമിരട്ടിയായത് എങ്ങനെയാണ്?
കടം വർദ്ധിക്കണമെങ്കിൽ കടം ഇരട്ടിയാണെങ്കിൽ വരുമാനം ഇരട്ടിയാവണം. ഇപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈ കഴിഞ്ഞ ഏപ്രിൽ മാസത്തില് ഈ കഴിഞ്ഞ കൊല്ലം 23-24 ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റവന്യൂ വരുമാനം വർധനമുള്ള സ്റ്റേറ്റുകളെ പട്ടികപ്പെടുത്തി. ഒന്നാമത്തെ സ്റ്റേറ്റ് കേരള. കടം കൂടിയ കുഴപ്പമില്ലെന്നാണ്. 24% റവന്യൂ വരുമാന വർധന ആവറേജ് ഒരു കൊല്ലത്തിൽ ഉണ്ടാവുന്നത് കേരളത്തിൽ. ഇന്ത്യയിൽ ഒരു സ്റ്റേറ്റിലും അതില്ല. കടം ഇരട്ടിയാകുന്നത് വരുമാനം ഇരട്ടിയായതുകൊണ്ടാണ്. കടം വർദ്ധിക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ച് ആസ്തിയുടെ വികസനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കടം വർദ്ധിക്കുന്നതിന് യാതൊരു തെറ്റുമില്ല. അതിനനുസരിച്ച് വരുമാനം വർദ്ധിക്കും. മാർട്ടിനോടൊന്ന് ചോദിക്കുക. ആ കാര്യത്തിൽ മാർട്ടിനെ വ്യാപകമായ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ 63 സീറ്റ് CPM-ന് ഉറപ്പ്, ഇടതുപക്ഷം വീണ്ടും അധികാരത്തിൽ വരും, ഘടകകക്ഷികൾക്ക് സ്വാധീനമില്ല എന്നൊക്കെ പറഞ്ഞ് വലിയ കണക്കുകളാണ് അവതരിപ്പിക്കുന്നത്. മുല്ലപ്പള്ളി രാമചന്ദ്രനും ശശി തരൂരും ഉൾപ്പെടെയുള്ള നേതാക്കൾ പറയുന്നു ഇടതുപക്ഷത്തിന് സാധ്യത എന്ന് പറയുന്നു DCC പ്രസിഡന്റ്. ഇത് ഇപ്പോൾ മാധ്യമങ്ങളോ അല്ലെങ്കിൽ ആരോ കൊണ്ടുവരുന്ന ഒരു വാർത്ത എന്നതിലുപരിയായി കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞല്ലോ. കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞിട്ടൊന്നും മുല്ലപ്പള്ളി രാമചന്ദ്രൻ ശശി തരൂരും ഇങ്ങനെയാണെങ്കിൽ എന്നുള്ള ഒരു പ്രയോഗം ഉപയോഗിച്ചിട്ടുണ്ട്. അവര് അതായത് അത് നമ്മളെ സാധാരണ പ്രവർത്തകരടക്കം നമ്മൾ പാർട്ടിയിലെ ലീഡർഷിപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും ഒരു വാർത്ത വരുമ്പോൾ ഉണ്ടാകുന്ന അസ്വാരസ്യത്തിന്റെ വരുന്ന ചില അല്ലാണ്ട് ഇന്നത്തെ രാഷ്ട്രീയ കാലാവസ്ഥ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ എങ്ങനെ LDF വരണമെന്നാ പറയുന്നത്? നിങ്ങൾ ഇവിടെ നടന്ന തെരഞ്ഞെടുപ്പ് ബൈ ഇലക്ഷനുകൾ എടുത്ത് പരിശോധിക്കുക. രണ്ടാം പിണറായി സർക്കാർ വന്നതിന് ശേഷം നടന്ന ബൈ ഇലക്ഷനുകൾ എടുത്ത് പരിശോധിച്ച് നോക്ക്. തൃക്കാക്കരയിലെ ഭൂരിപക്ഷം എത്ര ഇരട്ടിയായി വർദ്ധിച്ചു? ഈ പുതുപ്പള്ളിയിലെ ഭൂരിപക്ഷം എത്ര ഇരട്ടിയായി വർദ്ധിച്ചു? പാലക്കാട് ഭൂരിപക്ഷം എവിടെ എത്തി നിൽക്കുന്നു? തൃക്കാക്കരയിലെ ഭൂരിപക്ഷം എത്ര കുറയ്ക്കാൻ സാധിച്ചു? അതുപോലെ നിങ്ങൾ ബൈ ഇലക്ഷനുകൾ എടുത്തു നോക്കണം. ഏത് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ എത്ര സീറ്റുകൾ നിങ്ങൾ അത് എടുത്ത് പരിശോധിച്ചാൽ പിണറായി എന്ന വ്യക്തിയിൽ അധിഷ്ഠിതമായിട്ട് പിണറായി എന്ന നേതാവ് ഒരു കരുത്തുറ്റ നേതാവാണ്. CPM പോലുള്ള ഒരു പ്രസ്ഥാനം ഇത്ര ബ്രാഞ്ച് മുതൽ സംസ്ഥാന തലം വരെ കൃത്യനിഷ്ഠയോടെ ഒരു എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന വേറൊരു പ്രസ്ഥാനമില്ല. അതുകൊണ്ട് തന്നെ അവർ നടത്തുന്ന വികസന പ്രവർത്തനങ്ങളും പിണറായി എന്ന നേതൃത്വവും വീണ്ടും അധികാരത്തിൽ വരാൻ കാരണമായി മാറുന്നു എന്നാണ് പറയുന്നത്. ഇത് സത്യത്തിൽ ഒരു PR വർക്ക് മാത്രമല്ല. ഇത് പിണറായി എങ്ങനെ ഭരിക്കുന്നു എന്ന് നിങ്ങൾ ആദ്യം ചിന്തിക്കണം. ഒരു കൂട്ടുത്തരവാദിത്വമുള്ള ഭരണം നടക്കുന്നുണ്ടോ? ഏതെങ്കിലും ഒരു മന്ത്രിമാര് അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി കാര്യങ്ങൾ അവതരിപ്പിക്കാൻ സാധിക്കുന്നുണ്ടോ? ഏതെങ്കിലും ഒരു MLA-മാർക്ക് ഈ മുഖ്യമന്ത്രിയുടെ അടുത്ത് പോയിട്ട് അത് അവരുടെ ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി സാധിക്കുമോ? ഒരു മന്ത്രിക്ക് ആ വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുഖ്യമന്ത്രിയുടെ അടുത്ത് പോയി സംസാരിക്കാൻ സാധിക്കുമോ? ഇത് മുഖ്യമന്ത്രിയെ കാണിച്ച് വെച്ച് ഒരു പുകമറ സൃഷ്ടിച്ച് മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അല്ലാതെ പിണറായി വിജയൻ എന്നുള്ള മുഖ്യമന്ത്രി കേരളത്തിന്റെ വികസനത്തിനോ കേരളത്തിന്റെ സാധാരണ ജനങ്ങളുടെ ഉന്നമനത്തിനോ വേണ്ടി എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു എന്ന് പറയാൻ ഇവിടെ സാധിക്കില്ല. ഏറ്റവും ഒടുവിൽ ആശാ വർക്കർമാരുടെ ഈ സമരവുമായി ബന്ധപ്പെട്ട് വളരെ മോശമായ രീതിയിൽ CITU-ന്റെ നേതാക്കളടക്കം സംസാരിച്ചിട്ടും അവരോടൊരു വാക്ക് പോലും പറഞ്ഞുള്ളൂ. എത്ര ആ വാക്കുകൾ ഞാൻ ഉച്ചരിക്കുന്നില്ല. എത്ര മോശമായിട്ടാണ് ഉച്ചരിച്ചിരിക്കുന്നത്. എന്നിട്ട് എന്തെങ്കിലും പറയാൻ വേണ്ടോ? അത് മാത്രമല്ല, ഈ കഴിഞ്ഞ ദിവസം പോയി ഡൽഹിയിൽ പോയി ധനകാര്യമന്ത്രിയെ കണ്ടു എന്ന് പറയുന്നു. അതിന് ഒരു ഇടനിലക്ക ഒരാളുണ്ട്. ആ ആളുടെ കാര്യമാണ് അതിലും വിറ്റ്. എന്തിനാണ് അദ്ദേഹത്തെ വെച്ചതെന്ന് ആർക്കും ഇപ്പൊ പാലമാണെന്ന് പറയുന്നത്. അത് പഴയ നിങ്ങളുടെ നേതാവാണ്. ആ പാലം ഏത് നേതാവായിക്കോട്ടെ, ആ പാലത്തിലൂടെ എന്തെങ്കിലും ഒരു സാധനം കേരളത്തിലേക്ക് വന്നിട്ടുണ്ടോ? അദ്ദേഹം അവിടെ സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു ആശാ വർക്കർമാരുടെ വിഷയം സംസാരിക്കുമെന്ന് പറഞ്ഞു. ഒരു വാക്ക് ആശാ വർക്കർമാരുടെ കാര്യം സംസാരിച്ചിട്ടുണ്ടോ? എന്ത് തൊഴിലാളി പാർട്ടി എന്നാ പറയുന്നത്? എന്ത് അവകാശമാണ് ഉന്നയിക്കുന്നത്? അപ്പൊ അതുകൊണ്ട് പിണറായി എന്ന് പറയുന്ന അദ്ദേഹത്തെ കാണിച്ച് അദ്ദേഹം അസ്വസ്ഥനാണ്. എപ്പോഴും നിയമസഭയില് മിസ്റ്റർ പിണറായി എന്ന് പറഞ്ഞാൽ അപ്പോൾ അസ്വസ്ഥനാണ്. അപ്പൊ പിണറായി എന്തോ ആണ് എന്ന് വരുത്തി തീർത്തിച്ചുകൊണ്ട് ഉള്ളവര്, നമ്മൾ മുഖ്യമന്ത്രി ആയിരുന്ന ഉമ്മൻചാണ്ടി സാറിനെ കാണണം. ഏതൊരു വ്യക്തി ഇവിടെ ഇരിക്കുന്ന അല്ല, ഇന്ന് ഈ ഇതിൽ ഈ ബിൽഡിങ്ങിൽ ഇരിക്കുന്ന ആർക്ക് പോയിട്ടും നേരിട്ട് പോയിട്ട് ഒരു നിവേദനം കൊടുക്കാൻ സാധിക്കില്ല. ജനകീയ വിഷയങ്ങൾ ഇടപെട്ട് സ്പോട്ടിൽ കൈകാര്യം ചെയ്യുന്നില്ലേ? അതുപോലെ ഇപ്പൊ ഇവിടെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾക്ക് അല്ല, അതിലേക്ക് വരാം. അപ്പൊ പിണറായി സർക്കാർ എന്നുള്ള ഒരു PR വർക്ക് മാത്രമാണ് പിണറായി സർക്കാർ. ഓക്കെ, അത് ബിജുയുടെ അഭിപ്രായം കൂടി കേട്ടിട്ട് നമുക്ക് പ്രകാശ് മാഷിലേക്ക് പോവാം. അല്ല, ഏത് അർത്ഥത്തിലാണ് മൂന്നാം പിണറായി സർക്കാർ എന്ന നിലയ്ക്ക് പ്രചരണം നടത്തുന്നതെന്ന് അറിയില്ല. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അതൊരു ഇടതുപക്ഷ
ജനാധിപത്യ മുന്നണിയുടെ ഒരു തന്ത്രത്തിൻ്റെ ഭാഗമാണ്, പ്രചരണ തന്ത്രത്തിൻ്റെ. മൂന്നാം സർക്കാർ വരണമെന്ന് അവരുടെ ആഗ്രഹമാണ്. അതിൻ്റെ പ്രചരണത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ്, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ PR വർക്കിൻ്റെ ഭാഗമായിട്ടാണ് പിണറായി സർക്കാർ എന്ന നിലയ്ക്ക് മൂന്നാം പിണറായി സർക്കാർ എന്നുള്ള ചർച്ച കൊണ്ടുവരുന്നത്. അതിൽ മാധ്യമങ്ങളും കൂടി പെട്ടിട്ടുണ്ടോ എന്നുള്ളൊരു ഡൗട്ടുണ്ട്. കോൺഗ്രസിന്റെ ചില നേതാക്കൾ വരെ ചില മാധ്യമ പ്രവർത്തകരും കൂടി അതിനകത്ത് പെട്ടിട്ടുണ്ട്. പിന്നെ കോൺഗ്രസിന് അറിയാലോ, ഒരു സാധ്യത കോൺഗ്രസിന് ഉണ്ട് എങ്കിൽ അതിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോൺഗ്രസ് നേതാക്കന്മാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പിണറായി സർക്കാർ കോൺഗ്രസിന് സാധ്യത ഉണ്ടോ? അല്ല, നിലവിലെ സാഹചര്യത്തിൽ കോൺഗ്രസിന് അധികാരത്തിൽ വരാൻ വേണ്ടിയിട്ട് കഴിയില്ല. കോൺഗ്രസിന് അധികാരത്തിൽ വരാൻ കഴിയാത്ത സാഹചര്യത്തിൽ നമുക്കറിയാം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായിട്ടുള്ള ജനവികാരം കേരളത്തിലുണ്ട്. അത് സർവ്വമേഖലയിലും തകർന്ന ഒരു ഗവൺമെൻറ് എന്ന നിലക്ക്, ഒരു ചോയ്സ് എന്ന നിലയ്ക്കാണ് ഇതുവരെ LDF UDF എന്ന നിലക്ക് ജനങ്ങൾ എടുത്തത്. അപ്പോൾ ഒരുപക്ഷെ കോൺഗ്രസ് നേതാക്കന്മാർ കരുതുന്നുണ്ടാവാം വീണ്ടും കോൺഗ്രസ് അധികാരത്തിലേക്ക് വരുമെന്ന്. വരുന്ന സമയത്ത് സത്യത്തിൽ LDF ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ശക്തമായ പ്രക്ഷോഭം UDFിൻ്റെ ഭാഗത്തുനിന്ന് കൊണ്ടുവരണം. UDFിൻ്റെ ഭാഗത്തുനിന്ന് അത്തരത്തിലുള്ള ഒരു പ്രക്ഷോഭം കൊണ്ടുവരാൻ UDFിന് സാധിക്കുന്നില്ല. അതിൻ്റെ നേതാക്കന്മാർ തന്നെ തമ്മിൽ BJP ഇപ്പോൾ നിരവധി പ്രക്ഷോഭങ്ങൾ, LDFിനെതിരായിട്ടുള്ള നിരവധി പ്രക്ഷോഭങ്ങൾ BJPയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. അത് കുറച്ചുകൂടി കുറച്ചുകൂടി ശക്തിപ്പെടുത്തി പിണറായി സർക്കാരിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള പ്രക്ഷോഭം വരേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഈ പ്രക്ഷോഭം നടത്തി പിന്നെ ഒരു ജനവികാരം വന്നു കഴിഞ്ഞാൽ അതിൽ വീണ്ടും LDF മാറിയിട്ട് UDF എന്നുള്ള സാഹചര്യം മാറി ബദൽ മാർഗം കേരളം ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ആ ഒരു ബദൽ മാർഗമാണ് ഭാരതീയ ജനതാ പാർട്ടി ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. അതിൻ്റെ ശ്രമങ്ങൾ പല മേഖലയിലേക്ക് കൊണ്ടുവരുന്നു. ഞങ്ങൾ കേരളത്തിൽ ഒരു ശക്തമായ മുന്നണിയല്ല, ഞങ്ങൾ മുന്നണി കുറച്ചുകൂടി ശക്തിപ്പെടാനുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ചില സംഘടനകളുമായിട്ട് ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഭാവി കേരളം ഭാരതീയ ജനതാ പാർട്ടി LDF എന്നും UDF എന്നും ആളുകൾ വരാൻ സാധ്യതയുണ്ട് BJPക്കകത്ത്. അതിൽ ചില മുന്നണിയുടെ നേതാക്കന്മാരുമായിട്ട് നേരത്തെ ഞങ്ങൾ ചർച്ച നടത്തിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ BJPക്ക് ഒരു ചാൻസ് ലഭിക്കുകയാണെങ്കിൽ LDFിൽ നിന്നും UDFിൽ നിന്നും ചില സംഘടനകൾ BJPയിലേക്ക് വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ BJPക്ക് കേരളത്തിൽ ഒരു ശക്തമായിട്ടുള്ള മുന്നണിയുടെ സംവിധാനം ഉണ്ടാകും എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. രണ്ട് കാര്യമാണ്. ഒന്ന്, പിണറായി വീണ്ടും വരില്ല, അത് വെറും ഒരു PR വർക്ക് മാത്രമാണ്. പിണറായി തന്നെയാണോ അടുത്ത തവണ ഇടതുമുന്നണിയെ നയിക്കുക? അക്കാര്യം സംബന്ധിച്ച് ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി ഇവിടെ ഈ മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം പോലെ സ്വപ്നം കാണാനുള്ള അവകാശത്തെ നിഷേധിക്കാൻ കഴിയില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഉൾപ്പെടെ ഉണ്ടായിട്ടുള്ളതാണല്ലോ BJPക്ക്. 40 സീറ്റ് കിട്ടിയാൽ ഭരിക്കും എന്നെല്ലാം പറഞ്ഞിട്ടുള്ളത് നമ്മളെല്ലാം കേട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് അവർ സ്വപ്നം കാണട്ടെ. UDFിനെയും കോൺഗ്രസിനെയും സംബന്ധിച്ച് അവരുടെ അസ്തിത്വത്തിൻ്റെ പ്രശ്നമാണ്. ചരിത്രത്തിൽ ആദ്യമായിട്ട് കേരളത്തിൽ രണ്ടാമത്തെ ഗവൺമെൻറ് തുടർച്ചയായി വന്നിരിക്കുന്ന ആദ്യത്തെ മുഖ്യമന്ത്രിയായിട്ട് പിണറായി വിജയൻ വന്നു. മൂന്നാമത് കൂടി അദ്ദേഹം വരികയാണെങ്കിൽ തങ്ങളുടെ അഡ്രസ് ഉണ്ടാവില്ല എന്ന് കൃത്യമായി ബോധ്യമുള്ളൊരു വെപ്രാളത്തിനാണല്ലോ കാരണം നിങ്ങൾ പരിശോധിക്കുക, കേരളത്തിനകത്ത് എന്ത് കാര്യത്തിന് ഇപ്പോൾ ശശി തരൂർ പറഞ്ഞിരിക്കുന്നത് എന്താ, കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ വ്യാവസായിക വികസനത്തിന്റെ പിന്നോക്കാവസ്ഥയാണ്. ആ രംഗത്ത് ഇന്ത്യയിൽ ഏറ്റവും ഒന്നാമത്തെ സംസ്ഥാനമായിട്ട് കേരളം മാറിയിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം അദ്ദേഹം പരിചയപ്പെടുത്തി. സമ്മർദ്ദമെല്ലാം ചെലുത്തിയതിനു ചിലപ്പോൾ അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നെല്ലാം പ്രയാസപ്പെട്ടെങ്കിലും അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വസ്തുക്കൾ വെച്ചുകൊണ്ടാണ്, ഞാൻ പറഞ്ഞിരിക്കുന്ന കണക്ക് വെച്ചാണ്. പുതിയ കണക്ക് എന്താണെന്നുള്ളത് സതീശ പറയട്ടെ എന്ന് അദ്ദേഹം പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമല്ല, നിങ്ങൾക്ക് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഉണ്ടാക്കിയതുപോലെയുള്ള നേട്ടങ്ങൾ വേറെ ആർക്കും ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ആശയെ സംബന്ധിച്ച് പറഞ്ഞു, ഞാൻ ചോദിക്കട്ടെ, ആശക്ക് ആദ്യമായിട്ട് റിമുണറേഷൻ കൊടുക്കുക, ആശ കേന്ദ്ര ഗവൺമെന്റ് പദ്ധതിയാണ്, അല്ല സ്റ്റേറ്റ് ഗവൺമെന്റിനല്ല, ഒരു പ്രോജക്റ്റാണ്. അതിന് ആദ്യമായിട്ട് ഈ കേരളമാണ് VS അച്യുതാനന്ദന്റെ ഗവൺമെന്റുള്ള കാലത്ത് 500 രൂപ അവർക്ക് ഉത്സവത്തെ കൊടുത്തത്. UDFിന്റെ കാലത്ത് 500 രൂപ വർദ്ധിപ്പിച്ചു. ഒരൊറ്റ പൈസ കൊടുത്തു എന്ന് ഞാൻ ചോദിക്കട്ടെ, കൊടുത്തില്ലല്ലോ. ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം 2016 ശേഷമാണ് 6000 രൂപ ആ മേഖല വർദ്ധിപ്പിച്ചത്. ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും ഏറെ റിമുണറേഷൻ വാങ്ങുന്ന സ്റ്റേറ്റ് കേരളമാണ്. 13,200 രൂപ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്.
26,650 വരുന്ന ആശാവർക്കർമാരിൽ 21,000 CITUവിലാണ്. ഇപ്പോൾ സമരം നടത്തിയ ആളുകളുടെ എണ്ണം ഇപ്പോൾ വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്, 7% താഴെയാണ്. അത് യഥാർത്ഥത്തിൽ ആശക്കാരുടെ സമരമല്ല, അത് കോൺഗ്രസ്, BJP, ലീഗ്, ജമാഅത്തെ ഇസ്ലാമി അംഗീകരിക്കേണ്ടതില്ല എന്ന് തോന്നുന്നുണ്ടോ? ഞങ്ങൾ ആശക്കാർക്ക് വേണ്ടി ഇതിൽ ഏറ്റവും ശക്തമായിട്ട് പോരടിക്കുന്ന പ്രസ്ഥാനമാണ്. ആശക്കാരെ പ്രോജക്റ്റിലെ ആളുകളായിട്ടല്ല, അവരെ ജീവനക്കാർ, തൊഴിലാളികളായിട്ട് അംഗീകരിക്കണം എന്ന കാര്യം വെച്ച് വലിയ സമരം നടത്തിയ ഞങ്ങൾ ഡൽഹിയും കേന്ദ്രമാണ് അംഗീകരിക്കേണ്ടത്. ഇന്ത്യയിൽ ആശക്കാരെ സംഘടിപ്പിക്കുന്ന ഏറ്റവും വലിയ പ്രസ്ഥാനം CPM നയിക്കുന്ന പ്രസ്ഥാനമാണ്. ഞങ്ങൾ ഇന്ത്യയിലെ ആശക്കാർക്ക് വേതനം വർദ്ധിപ്പിക്കണം, അവരെ തൊഴിലാളികളാക്കണം, അവർക്ക് മറ്റു ആനുകൂല്യം കൊടുക്കണം. ഇതെല്ലാം ഞങ്ങൾ അവരോടൊപ്പം ലീഡേഴ്സ് ആരും അങ്ങോട്ട് പോകുന്നില്ല. ആരുമായിക്കോട്ടെ, സമരം ചെയ്യുന്ന തൊഴിലാളികൾ ആരാണെങ്കിലും അവരിലേക്ക് എത്തി അവരുടെ ആവശ്യങ്ങളെ കുറിച്ച് അറിയാമോ? സമരം 2 തരത്തിലുണ്ട്. ഒന്ന്, ഭരിക്കുന്ന കക്ഷിയെ മോശമാക്കാനും അവരെ അപകീർത്തിപ്പെടുത്താനുമുള്ള സമരം, ന്യായമായിട്ട് ആവശ്യങ്ങൾ നേടാനുള്ള സമരം. ഇത് രണ്ടാമത്തെ ആദ്യത്തെ കടത്തപ്പെട്ടതാണ്. പിന്നെ ഈ സമരം ആശക്കാരി 1,500 ആൾ മാത്രമൊന്നുമല്ല. കോൺഗ്രസ്, ലീഗ്, മുഖ്യധാരാ മാധ്യമങ്ങൾ, BJP അവരെല്ലാം ചേർന്ന് സ്പോൺസർ ചെയ്യില്ലേ? ഇവിടെ 22,000 ആശക്കാർ സമരം നടത്തിയ സമയമുണ്ട്. ഒറ്റ മാധ്യമം ചർച്ച ചെയ്തിട്ടില്ല. 1,500 ആളുടെ സമയം ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. 27,000-ൽ 1,500 വരുമ്പോഴാണ് വലിയ അവരാവട്ടെ, അവര് കേരളത്തിലെ ഗവൺമെന്റ് ചെയ്ത കാര്യം അംഗീകരിക്കും. ഇപ്പോ കഴിഞ്ഞൊരു കൊല്ലം 1 പൈസ ആശക്കാർക്ക് നരേന്ദ്രമോദി ഗവൺമെന്റ് കൊടുത്തിട്ടില്ല. ഇവിടെ ഞങ്ങൾ അവർ പറഞ്ഞ എന്തോ ഒരു കാര്യം നടപ്പാക്കി, നരേന്ദ്രമോദി സിന്ദാബാദ് എന്ന പേര് പറഞ്ഞിട്ട് നടപ്പാക്കപ്പെട്ടു. അത് ഞങ്ങൾ സിന്ദാബാദ് വിളിക്കാൻ നിങ്ങൾ തയ്യാറായില്ല. അതുകൊണ്ട് 1 കൊല്ലം 5 പൈസ കൊടുത്തില്ല. അതിനെതിരെ കോൺഗ്രസിന് വിയോജിപ്പില്ല. ഞങ്ങൾ ആ പൈസ ഉൾപ്പെടെ സ്റ്റേറ്റ് ഗവൺമെന്റ് കൊടുത്തു. തുടങ്ങുന്ന കാലത്താണ് 2,000 രൂപ അവരുടെ ഇൻസെന്റീവ്. ഇന്ന് വരെ വർദ്ധിപ്പിച്ചിട്ടില്ല. 3,000 കൊടുക്കണം തീരുമാനിച്ചു. 1,000 സ്റ്റേറ്റാണ് കൊടുക്കുന്നത്. 8,000 രൂപ സ്റ്റേറ്റ് കൊടുക്കുകയാണ്. ഇതിന് സമരം ഞങ്ങളോട്. 1 ഉറുപ്പ്യ വർദ്ധിപ്പിക്കാത്ത UDF പ്രശ്നമില്ല. 1 ഉറുപ്പ്യ കഴിഞ്ഞൊരു കൊല്ലക്കാലം കൊടുക്കാത്ത നരേന്ദ്രമോദി ഗവൺമെന്റ് പ്രശ്നമില്ല. 7,000 രൂപ കൊടുത്തിട്ടുള്ള LDF ഗവൺമെന്റ് വിടാൻ പാടില്ല. ഇവിടെ ഏറ്റവും ഇവർക്ക് വേണ്ടിയിട്ട് സമരം ചെയ്യുന്ന പ്രസ്ഥാനം അവരെ വിടാൻ പാടില്ല. അപ്പൊ അതൊരു ശരിയായിട്ട് സംഗതിയല്ലല്ലോ. ഇവിടെ ക്ഷേമ പ്രവർത്തനങ്ങളിൽ നിങ്ങൾ കാണാൻ വേണ്ടി 600 രൂപ പെൻഷൻ ഉണ്ടായിരുന്ന ഒരു കാലത്ത് വന്ന ഗവൺമെന്റ് ഞങ്ങളുടെ ഗവൺമെന്റ് 1,600 വർദ്ധിപ്പിച്ചു. അന്ന് 32 ലക്ഷം ആളുകൾ, ഇന്ന് 62 ലക്ഷം. അത് കൃത്യമായി കൊടുക്കുന്നില്ല, കൃത്യമായിട്ട് 7 കൊല്ലം കൊടുത്തു. ഇവർ 2 പേരും ചേർന്നിട്ട് കൊടുക്കാതിരിക്കാനുള്ള ഞങ്ങൾക്ക് കടമെടുക്കാൻ അനുവദിക്കില്ല. ഞങ്ങൾക്ക് കൃത്യമായ നിലക്കുള്ള ഫണ്ട് തരില്ല. ശ്വാസം മുട്ടിച്ച് കൊടുപ്പിക്കാതിരിക്കാനാണ്. പക്ഷെ ഒരു കാര്യം ഉറപ്പ്, ഇവര് ശ്വാസം മുട്ടിച്ചാലും ജനങ്ങളുടെ പിന്തുണയുണ്ടെങ്കിൽ ഞങ്ങൾ ശ്വാസം മുട്ടില്ല. അതല്ല കൈകാര്യം ചെയ്യുന്ന കരുത്ത് ഇപ്പൊ കൊടുത്തല്ലോ. 3 മാസക്കാലത്ത് കുഴിച്ചു കൊടുത്തു, ഇനി 3 മാസക്കാലം കൊടുക്കട്ടെ, ഇപ്പൊ കൊടുക്കും. അത് യാതൊരു സംശയം. അതിന് മാർട്ടിൻ ഈ പറഞ്ഞ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് അദ്ദേഹം കണക്ക് പറയുന്നത്. ആശാവർക്കർമാരുടെ കാര്യത്തിലും അതുപോലെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഈ അവരെ സംസ്ഥാന സർക്കാരിനെ സാമ്പത്തിക ഞെരുക്കത്തിലേക്ക് അയക്കുന്നതിനെ കുറിച്ച്, അതേക്കുറിച്ചൊക്കെ എന്താ മാർട്ടിൻ്റെ ഒരു അഭിപ്രായം? ഈ ആശാവർക്കർമാരുടെ സമരവുമായി ബന്ധപ്പെട്ടിട്ട് ഇവിടെ പറഞ്ഞ കണക്കുകളൊന്നും അടിസ്ഥാനപരമായ ശരിയാണ്. ഇപ്പോൾ 7,000, 8,000, 7,000 രൂപയാണ്. പിന്നെ അത് മാത്രമല്ല, അതൊക്കെ ഐക്യജനാധിപത്യ മുന്നണി അതുമായി ബന്ധപ്പെട്ട് കൃത്യമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്യുകയും ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. 27,000 പേരിൽ 1,500 ആ പറയുന്നതിൽ ഒരു അർത്ഥവുമില്ല. അതിനകത്ത് ഇപ്പം നമ്മൾ ഈ സമരങ്ങൾ നടത്തുന്നത് നമ്മൾ കാണുന്നുണ്ടല്ലോ. ഇവിടെയുള്ള കണ്ണൂരുള്ളവരൊന്നും പോകാത്തവർ ഇഷ്ടം പോലെ ഇല്ലേ? കാരണം വെച്ചാൽ സമയത്തും തിരുവനന്തപുരത്ത് പോകേണ്ട, കാരണം വീട് വിട്ട് ഇറങ്ങേണ്ടതാണ്. വീട് വിട്ട് ഇറങ്ങുന്ന പിന്നെ സമരത്തിന് പിന്തുണയുള്ളത്. ഇതിനകത്ത് ഞാൻ ഒരു കാര്യം ചോദിക്കോട്ടെ. ഇവിടെ നേരത്തെ നമ്മൾ പറഞ്ഞ ഈ കേരളത്തിന്റെ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി ഏർപ്പാട് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തി, അദ്ദേഹം പറഞ്ഞൊരു കണക്ക് കൊണ്ട് പോയോ? അദ്ദേഹത്തിൻ്റെ അടുത്ത് എന്തെങ്കിലും കണക്കുണ്ട്? അദ്ദേഹം പോകുന്നത് ധനകാര്യമന്ത്രിയെ കാണാൻ വേണ്ടി അദ്ദേഹം പോവുകയാണ്, ആശാമാരുടെ കാര്യം സംസാരിക്കാൻ. അപ്പോൾ ധനകാര്യമന്ത്രി ചോദിക്കുന്നു, ഈ ഞങ്ങൾ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്, എന്താണ് കേരളം ചെയ്തത്? കണക്കെവിടെ? ഒരു കണക്കുമില്ല. ഇത് ശരിക്കും പറഞ്ഞ കേരളത്തിലെ ആ സമരം നടത്തുന്ന ആശാ വർക്കർമാരെ അപമാനിക്കുന്നൊരു തുല്യല്ലേ? കണക്കില്ല. കേരളത്തിൽ കൊടുത്തതിന്റെ കണക്കില്ല, കേന്ദ്രം തന്നത് ചെലവഴിച്ചതിന്റെ കണക്കില്ല, ഒരു കണക്കുമില്ല. ഈ കണക്കില്ലാണ്ട് പോയാൽ എന്താ കണക്ക്? അതുകൊണ്ടല്ലേ പിറ്റേ ദിവസം മുഖ്യമന്ത്രി സംസാരിക്കാൻ വേണ്ടി പോയപ്പോഴും ഒരു കണക്കുമില്ലല്ലോ, ഒന്നും സംസാരിച്ചിട്ടില്ലല്ലോ. അപ്പൊ എന്താണ് ഈ പറഞ്ഞ കണക്കുകൾ എന്ന് പറയുന്നത്? രേഖാപരമായിട്ടില്ല. മറ്റൊരു കാര്യം, ഈ KV തോമസിന്റെ കാര്യത്തിൽ G. സുധാകരൻ വരെ പറയുന്നു, ഇത്രയധികം പണം കൊടുത്ത് ഒരാൾ അവിടെ പോറ്റേണ്ടതുണ്ടോ? എന്തിനാണ് ഇയാളെ കൊണ്ടു നടക്കുന്നത്? എല്ലാ പെൻഷനും കൂടി 10-30 ലക്ഷം രൂപ മാസം കിട്ടുന്നുണ്ടെന്നാ പറയുന്നത് KV തോമസ്. അത് പറഞ്ഞത് G. സുധാകരനാണ്, CPM നേതാവാണ്. G. സുധാകരൻ പറഞ്ഞതിന്റെ കാര്യം അദ്ദേഹത്തോട് ചോദിക്കണം. ഇവിടെ KV തോമസ് വളരെ ഫലപ്രദമായ നിലക്ക് കേരളത്തിന് വേണ്ടി ഇടപെടുന്നു. ഞങ്ങളനുഭവം
ഞങ്ങളാണല്ലോ പറയേണ്ടത്. UDF പറഞ്ഞിട്ട് ഇല്ല. കാര്യമില്ല, അത് ഞങ്ങളാ പറയുന്നത്. പിന്നെ അവർക്കുള്ള വിദ്വേഷം, അവരുടെ നേതാവ് ഞങ്ങളുടെ പാളയത്തിലേക്ക് വന്നോട്ടുള്ള വിദ്വേഷം. അപ്പൊ അതുകൊണ്ട് കാര്യമില്ല, അത് കൃത്യമായി ഇടപെടുന്നുണ്ട്. അല്ല ബിജു, ഒരു കാര്യം ചോദിക്കാം. യൂട്ടിലൈസർ സർട്ടിഫിക്കറ്റ് കൊടുത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ ഇന്നലത്തെ ഒരു ചർച്ചയിൽ യൂട്ടിലൈസർ സർട്ടിഫിക്കറ്റ് കൊടുത്തതിന് കോപ്പി ഞാൻ കാണിച്ചു. 480.2 ലക്ഷം 20 ലക്ഷം 480 കോടി 20 ലക്ഷം രൂപയാണ് കൊടുത്തിരിക്കുന്ന പിന്നെ പൈസ കഴിഞ്ഞ വർഷം വരെ. അതിന്റെ പൂർണ്ണമായ യൂട്ടിലൈസേഷൻ എൻ്റെ കയ്യിലുണ്ട്, എൻ്റെ ഫോണിലുണ്ട്, ഞാനിപ്പോൾ കാണിക്കാം. കൃത്യമായിട്ട് ഓരോ മാസവും ഓരോന്നിനും വേണ്ടി ചെലവഴിച്ചതിന് കൃത്യമായ കണക്ക് പറഞ്ഞിട്ടുണ്ട്. പിന്നെ കണക്ക് കൊടുത്തിട്ടില്ല എന്ന് BJP-കാരൻ്റെ ന്യായമാണ്. അത് പിന്നെ കോൺഗ്രസും BJP-യും ഇതിനകത്ത് കോൺഗ്രസ് BJP എന്നുള്ളതല്ല, ഇത് മീഡിയാസിൽ വന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അതിനകത്ത് കോൺഗ്രസോ BJP എന്നുള്ളതല്ല. കൃത്യമായ കണക്ക് ഉണ്ടായിട്ടില്ല എന്ന് കണക്ക് അവതരിപ്പിച്ചിട്ടില്ല എന്നും ആര് പറയുന്നു? AV തോമസ് തന്നെയാണ് പറയുന്നത്. അല്ല, പ്രകാശൻ മാഷ് ഇപ്പം പറഞ്ഞു, ഇന്നലെ മുഖ്യമന്ത്രി ഇതൊന്നും ധനകാര്യ വകുപ്പ് മന്ത്രിയായിട്ട് ചർച്ച ചെയ്യുമ്പോൾ പറഞ്ഞില്ലല്ലോ, ഈ കാര്യങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ. ഉള്ള സ്ഥലത്താണ് അങ്ങനെ ചർച്ച. ഇവിടെ പറഞ്ഞ സമയത്തൊക്കെ പ്രകാശൻ മാഷ് അവിടെ ഉണ്ടായിരുന്നു. പ്രകാശൻ മാഷ് ഉണ്ടായിരുന്നു. ഇവിടെ എന്താണ്, കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതികൾ അതിൻ്റെ പേര് മാറ്റിയിട്ട് നടപ്പിലാക്കും. അതിൻ്റെ അവകാശികൾ ഞങ്ങളാണെന്ന് പറയുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആരോഗ്യ മേഖലയിൽ നിരവധി പദ്ധതികൾ ഞങ്ങൾ കൊണ്ടുവന്നു. ആ പദ്ധതികളെല്ലാം പേര് മാറ്റി നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് കേന്ദ്ര സർക്കാർ പറഞ്ഞ് ആരോഗ്യ മന്ദിറുകളാക്കണം. ഇവിടെ പ്രൈമറി ഹെൽത്ത് സെൻ്ററുകളുണ്ടല്ലോ, അത് ഹെൽത്ത് വെൽനസ് സെൻ്ററുകളായി മാറ്റണമെന്ന് പറഞ്ഞു. പിന്നീടാണ് അതിൻ്റെ പേര് മാറ്റിയിട്ട് ആരോഗ്യ മന്ദിർ, ആയുഷ്മാൻ ഭാരത് ആരോഗ്യ മന്ദിർ എന്നാക്കണം എന്ന് പറഞ്ഞു. അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഇവർ തയ്യാറായിട്ടില്ല. അല്ല, നടപ്പിലാക്കാൻ വേണ്ടി ഒരു പദ്ധതിയാണത്. ആ പദ്ധതിക്കാണല്ലോ ഫണ്ട് കൊടുക്കുന്നത്. ആ പദ്ധതി ഇവിടെ നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞ സമയത്ത് ആ ഫണ്ട് കേരളത്തിന് കിട്ടിയിട്ടില്ല. അങ്ങനെയാണ് ഒരു വർഷം ആശാ വർക്കർമാരുടെ ഫണ്ട് ഇവിടെ കിട്ടാതായി പോയത്. ആരോഗ്യ ദൗത്യത്തിന് വേണ്ടിയിട്ട് ഫണ്ട് കൊടുക്കുന്നുണ്ട് ആ സമയത്തും. എന്നാൽ എത്ര പണം ഇവിടെ ചെലവാക്കി, എന്തിനൊക്കെ ചെലവാക്കി, അതിനൊരു കണക്ക് വേണ്ടേ? ഈ പിണറായി സർക്കാരിന് ഒരു കണക്കുമില്ല. ഈ കണക്ക് ചോദിക്കുമ്പോൾ ഒന്നും പറയാനില്ല ഇവർക്ക്. കണക്ക് ചോദിക്കുന്ന വ്യക്തമായിട്ട് കണക്ക് അവതരിപ്പിച്ചു കേന്ദ്ര ഗവൺമെന്റ് വല്ലാതെ ഇവരെ സാമ്പത്തികമായ എവിടെയാണ് അതെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വെറും പ്രചരണം മാത്രമാണ്. കേന്ദ്ര സർക്കാർ എന്തെങ്കിലും കൊടുക്കാനുണ്ടോ? ധനകാര്യ വകുപ്പ് മന്ത്രി പറഞ്ഞല്ലോ കേരളത്തിനൊന്നും കൊടുക്കാനില്ല. ആരോഗ്യ വകുപ്പ് മന്ത്രി പറഞ്ഞല്ലോ കേരളത്തിനൊന്നും കൊടുക്കാൻ ബാക്കി. കൃത്യമായ കണക്ക് പറഞ്ഞു. ഇപ്പൊ ആശക്കാരുടെ കാര്യം പറഞ്ഞു. ആ വിഷയം അവതരിപ്പിച്ചിട്ടുള്ള സന്തോഷ് MP അവകാശ ലംഘനത്തിന് നോട്ടീസ് കൊടുത്തിരിക്കാൻ മന്ത്രിക്കെതിരെ, നദ്ദക്കെതിരെ. എന്താ പ്രശ്നം? അദ്ദേഹം പറഞ്ഞിരിക്കുന്നതാണ്. ഇവിടെ കടം കൊടുക്കാനൊന്നുമില്ല എന്ന് പറഞ്ഞല്ലോ BJP-യും കോൺഗ്രസും. സുപ്രീം കോടതി പറഞ്ഞല്ലോ 13,000 കോടി രൂപ അടിയന്തര കടമെടുക്കാൻ അനുവാദം കൊടുക്കണം കൊടുത്തല്ലോ. ഇപ്പോൾ ആ വിഷയം സുപ്രീം കോടതി ഫുൾ ബെഞ്ച് പരിശോധിക്കുകയാണ്. സംസ്ഥാന ഗവൺമെന്റിനോട് കാണിക്കുന്ന ഈ തെറ്റായിട്ടുള്ള അവഗണന സുപ്രീം കോടതി ഇപ്പോൾ അതിന്റെ ഭരണഘടനാ ബെഞ്ചിൽ വിട്ടിരുന്നത് അവർ ചർച്ച ചെയ്യാണ്. ഇത് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഒറ്റ കാര്യം ഞാൻ ചോദിക്കാം. ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ ബജറ്റേതര കടം ബജറ്റ് കടമാണ് എന്ന് പ്രഖ്യാപിച്ച ഒരു സ്റ്റേറ്റിന്റെ പേര് പറയട്ടെ, അദ്ദേഹം കോൺഗ്രസ്സുകാർ പറയട്ടെ. പിന്നെ ആരോഗ്യരംഗത്ത് ഇന്ത്യയിൽ 1ാം സ്ഥാനത്ത് ഇപ്പോൾ ഒരുപാട് പദ്ധതി നടപ്പാക്കിയെന്ന് പറയുന്നു. ആ പദ്ധതി നടപ്പാക്കിയിട്ട് BJP-യുടെ ഒറ്റ ഗവൺമെന്റിനും അല്ലല്ലോ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ആരോഗ്യ സേവനം ഉള്ളതായിട്ട് നിതി ആയോഗ് പറഞ്ഞത്. പിന്നെ ഞാൻ ചോദിക്കട്ടെ, 4 ലക്ഷം രൂപയുടെ വീട് എടുക്കുക, 70,000 രൂപ നരേന്ദ്രമോദി കൊടുക്കുക, എന്നിട്ട് വിലക്കിൽ എഴുതി വെക്കുക നരേന്ദ്രമോദി ഈ വീടിന്റെ ഔശ്വര്യം. 3,30,000 കൊടുക്കുന്നത് പിണറായി വിജയന്റെ ഗവൺമെന്റാണ്. ഞങ്ങൾ പറയുന്നില്ലല്ലോ. ഏത് പദ്ധതിക്കുമ്പോൾ ആശക്കാരുടെ എന്തൊരു നാണക്കേടാണ്. ഇപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാനമന്ത്രി എന്നല്ല നരേന്ദ്രമോദി, നെഹ്റു മുതൽ ഉണ്ടായിട്ടുണ്ടല്ലോ. ഏതെങ്കിലും പ്രധാനമന്ത്രി ചരിത്രത്തിൽ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഞങ്ങൾ നടപ്പാക്കുന്ന പദ്ധതിക്ക് നെഹ്റുവിന്റെ ഫോട്ടോ വെക്കണമെന്ന്, ഇന്ദിരാഗാന്ധിയുടെ ഫോട്ടോ വെക്കണമെന്ന്? നാണക്കേടല്ലേ ഇത്? എന്നിട്ട് അതിന് പണം തരില്ല. എന്റെ ഫോട്ടോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ദിരാഗാന്ധിയുടെ പേരിൽ തന്നെ അത് പദ്ധതി ഫോട്ടോ വെക്കുന്നില്ല. ഒരു പ്രധാനമന്ത്രിക്ക് ലജ്ജയില്ലേ പറയാൻ എന്റെ ഫോട്ടോ വെക്കണം? കേരള ഗവൺമെന്റ് പറഞ്ഞു ഫോട്ടോ ഒന്നും വെക്കൂല, തരുന്നില്ല തരണം. അത് കാരണം ഒരാളെ വീട്ടിന് മുമ്പിൽ ഇയാളെ ഫോട്ടോ, അയാളത് വീട്ടിൽ നിന്ന് പറയാം, തെറ്റല്ലേ? അത് വീടൊരാളുടെ അവകാശമല്ലേ? വീട്ടിൽ കയറുമ്പോൾ ഇത് പിന്നെ നരേന്ദ്രമോദിയുടെ വീട്, അതിങ്ങനെ എങ്ങനെ പറയാൻ കഴിയുക? അതുകൊണ്ട് അതൊക്കെ നാണക്കേടാണെന്ന് അവർക്ക് വൈകിയെങ്കിലും മനസ്സിലാക്കാനാവണമെന്നേ ഞങ്ങൾ പറയുന്നുള്ളൂ. പിന്നെ
കേരളത്തിന്റെ ഈ സാമ്പത്തിക നിലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് സാമ്പത്തിക കാര്യം പരിശോധിക്കുന്ന 4 കാര്യങ്ങൾ വെച്ചാൽ ധനക്കമ്മി, അതുപോലെ റവന്യൂ കമ്മി, അതുപോലെ വരുമാന വർധന, അതുപോലെ തന്നെ പിന്നെ കടം. ഇപ്പൊ ഈ 4 കാര്യം എടുത്ത് പരിശോധിച്ചാലും ഇന്ത്യയിൽ 1ാമത്തെ സ്റ്റേറ്റ് കേരളമാണ്. ഒരു ഡിബേറ്റിന് കേന്ദ്ര ഗവൺമെന്റ് ഈ പൈസ ഒന്നും തന്നില്ലെങ്കിലും നമ്മൾ പിടിച്ചു നിൽക്കുന്നതാണ്. പിടിച്ചേക്കാനാണ് ശ്രമിക്കുന്നത്. അവർ തന്നില്ലെങ്കിലും പക്ഷെ തരണ്ടേ? ഞങ്ങളുടെ കൂടെ നികുതി വെച്ചല്ലേ നരേന്ദ്രമോദി ഭരിക്കുന്നല്ലാതെ കൊടുക്കേണ്ട പൈസകൾ കൊടുക്കണ്ടേ? കൊടുക്കേണ്ട പൈസകൾ കൊടുക്കുന്നില്ല എന്നുള്ളത് ശരിയാണോ? കൊടുക്കുന്നില്ല എന്നുള്ളതല്ല. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മളൊരു കണക്ക് പണം ആവശ്യപ്പെട്ടുകൊണ്ടോ അല്ലെങ്കിൽ ചർച്ചയ്ക്കോ പോകുമ്പോൾ അതിനാധാരമായ കണക്കുകൾ നമ്മുടെ കൈവശം ഉണ്ടാകണം എന്നാണ് പറഞ്ഞത്. ഒന്നും ഇതിനെല്ലാം എവിഡൻസ് വേണം. ഇപ്പോ സത്യത്തിൽ വളരെ വേദനാജനകമായ ഒരു കാര്യമല്ലേ വയനാട്ടിൽ ഇപ്പൊ നടക്കുന്നത്? ഇത്ര കാലമായില്ലേ? അതിന്റെ ഒരു ലിസ്റ്റ് ഉണ്ടോ? കൃത്യമായ ലിസ്റ്റ് പുനരധിവാസത്തിന്റെ എന്ത് ലിസ്റ്റ്? അത് ഇപ്പൊ ഓരോരോ ദിവസവും ചാനലുകളിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. കൃത്യമായ ലിസ്റ്റുകൾ തയ്യാറാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ ദിവസം ചാനലുകളിൽ വന്നു, ചാനലുകൾ ത്രൂ കൊടുത്ത ഒരുപാട് സംഭാവനകളുണ്ട്. ഏത് ഇന്നൊരു ഇത്ര ലക്ഷം രൂപ അല്ലെങ്കിൽ സ്ഥലം ആരെയും കോർഡിനേറ്റ് ചെയ്യാൻ ഈ ഗവൺമെന്റിന് സാധിച്ചിട്ടില്ല. അവര് പറഞ്ഞിരിക്കുന്നത് ഏത് ചാനലായാലും ഏത് മീഡിയാസ് ആയാലും അവർ ത്രൂ വരുന്നത് ഒക്കെ തന്നെ ഒരു ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിലൂടെ കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. അതിനൊന്നും ഒരു വർക്കൗട്ട് ചെയ്തിട്ടില്ല, അതിനൊന്നും ഒരു പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടില്ല. വെറുതെ ഇവിടെ പറഞ്ഞുകൊണ്ട് മാത്രം കാര്യമില്ല. ഇത് കൃത്യമായ വ്യക്തമായ കണക്കുകളും രേഖകളും ഇതിനകത്ത് വേണം. ഇവിടെ പറയുന്നു ആരോഗ്യവകുപ്പ് ഏറ്റവും നല്ല നീതിയായി. ഇതൊക്കെ നേരത്തെ നിന്ന് ആരോഗ്യവകുപ്പ് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യ രംഗത്തും ഒക്കെ തന്നെ കേരളത്തിലെ വർക്കുകൾ എന്ന് പറഞ്ഞത് നല്ല മിഷൻ വർക്കുകളാണ് കേരളത്തിൽ നടന്നുകൊണ്ടിട്ടുള്ളത്. അതിലൊന്നും ഒരു സംശയമുള്ള കാര്യമല്ല. കാരണം അത് പണ്ട് മുതൽ തന്നെ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് സമുദായിക, അതായത് അത് എല്ലാ സമുദായത്തിൻ്റെതായ മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിൽ വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യ രംഗത്തും സമൂലമായ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ്. വയനാടിന്റെ കാര്യത്തിൽ ബിജു എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? വയനാടിന്റെ കാര്യത്തിൽ കേന്ദ്രം വേണ്ടത്ര നഷ്ടപരിഹാരം കൊടുക്കാതിരുന്നെങ്കിൽ നമ്മൾ കുറെ കാലം ചർച്ച ചെയ്തതാണ്. പ്രധാനമന്ത്രി അവിടെ ദുരന്തമുണ്ടായ സമയത്ത് കേന്ദ്ര സർക്കാർ ആദ്യം തന്നെ കേന്ദ്ര സഹമന്ത്രി അങ്ങോട്ടേക്ക് അയച്ചു. അവിടെ ആദ്യം വേണ്ടത് എന്താണ്? ദുരന്ത സേനയെ അയച്ചു. അതുപോലെ തന്നെ എല്ലാ സേനകളെയും അവിടെ ഒരു പിന്നെ ദുരന്ത നിവാരണ മാനേജ്മെന്റ് നമുക്കുണ്ട്. ആരൊക്കെ ഉണ്ടായ സമയത്താണ്? UPA ഗവൺമെന്റ് കാലത്താണല്ലോ ഈ ഒരു ദുരന്ത നിവാരണത്തിൽ സംസ്ഥാന ഗവൺമെന്റിന് എങ്ങനെ ഫണ്ട് കൊടുക്കണമെന്ന് തീരുമാനിച്ചിട്ടുള്ളത്. അത് കേരളത്തിന് മാത്രം ഒരു ഫണ്ടല്ല, ഓരോ സംസ്ഥാനത്തിനും കൊടുക്കേണ്ടതായിട്ടുള്ള ഫണ്ട് കഴിഞ്ഞ വർഷം 2024 കൊടുക്കാനുള്ള ഫണ്ട് അവിടെയുണ്ട്, ഖജനാവിനകത്തുണ്ട്. അതെടുത്തിട്ട് വേണം കൊടുത്താൽ മതി. അതെടുത്തിട്ട് പദ്ധതികൾ നടപ്പിലാക്കിയാൽ നേരത്തെ എല്ലാ സംസ്ഥാനത്തിനും ഉണ്ട്. പക്ഷെ അത് നടപ്പിലാക്കാൻ വേണ്ടി ഞങ്ങൾക്ക് 2000 കോടി വേണമെന്ന് പറയാമെന്നല്ലാതെ ഏതെല്ലാം ആവശ്യങ്ങൾക്ക് വേണം? ടൗൺഷിപ്പ് നടപ്പിലാക്കാൻ വേണ്ടി, വീടുകൾ എടുക്കാൻ വേണ്ടിയിട്ട്, ആശുപത്രികൾ എടുക്കാൻ വേണ്ടി, പിന്നെ അതുപോലെ തന്നെ സ്കൂളുകൾ പണിയാൻ വേണ്ടിയിട്ട്, ഏതിനു വേണ്ടിയിട്ട് ഒരു പ്രൊജക്റ്റും കൊടുത്തിട്ടില്ല നിയമസഭയുടെ മേശപ്പുറത്ത് കേരള ഗവൺമെന്റ് കൊടുത്തിരിക്കുന്ന അതിവിപുലമായ അത് വലിയ 1000-ലേറെ പേജുകളാണ് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച നടക്കുമ്പോൾ ഇടത് CPM പ്രത്യേകിച്ച് ലീഗിനെ ഇങ്ങനെ വലവീശിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പ്രചരണം. പ്രകാശ് മാഷോട് ചോദിക്കാം, കിട്ടുമോ ലീഗിനെ? വിളിച്ചിട്ടുണ്ടോ ലീഗിനെ? ലീഗ് യഥാർത്ഥത്തിൽ ഇന്ന് കേരളത്തിൽ വഹിച്ചുകൊണ്ടിരിക്കുന്ന പങ്ക് ന്യൂനപക്ഷ തീവ്രവാദികളടക്കമുള്ള ശക്തികളെ യോജിപ്പിച്ച് മതത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് വോട്ട് ക്യാൻവാസ് ചെയ്യുന്നതിനുള്ള ശ്രമമാണ്. അത് യഥാർത്ഥത്തിൽ കേരള രാഷ്ട്രീയത്തിന് ഒരു കാരണവശാലും ഗുണകരമായിട്ടുള്ള ഒന്നല്ല. ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമിയും SDPഐയും പോപ്പുലർ ഫ്രണ്ടും എല്ലാം ഒറ്റ കുടക്കീഴിൽ ഈ ലീഗ് ഇടതുപക്ഷത്തേക്ക് വരണം എന്നൊരു അഭിപ്രായം പൊതുവെ ഇടത് നേതാക്കളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെയൊന്നും ഇപ്പൊ ലീഗിനെ ആകെ CPM LDFിലേക്ക് കൊണ്ടുവരിക എന്നൊരു അജണ്ട ഞങ്ങൾ ചർച്ച ചെയ്തിട്ടേ ഇല്ല. എന്നാൽ ഈ നേരത്തെ ലീഗിന്റെ ഭാഗമായി നിന്ന ആയിരക്കണക്കിന് ആളുകൾ അവരുടെ പാർട്ടി വിട്ട് അവരുടെ മുന്നണി വിട്ട് ഞങ്ങളുടെ കൂടെ വരുന്നു എന്നുള്ള ഞങ്ങൾ കാണുന്നുണ്ട്. ഇന്ന് ലീഗ് നിർവഹിക്കുന്ന പങ്ക് ഗൗരവത്തിൽ അവർ പരിശോധിക്കണം. അതാരെയാണ് സഹായിക്കുന്നവർക്ക് ആലോചിക്കാനാവണം. ജമാഅത്തെ ഇസ്ലാമിയെയും SDPഐയെയും അതുപോലെ തീവ്രവാദികളെയും എല്ലാം ചേർത്തുകൊണ്ട് അവർ നടത്തുന്ന ഈ മുസ്ലിം കൺസോൾട്ടേഷൻ അത് സഹായം ചെയ്യാൻ വേണ്ടി പോകുന്നത് BJPക്കാണ്. ഇത് ചൂണ്ടിക്കാണിച്ചിട്ടാണ് ഹൈന്ദവ വർഗീയത കേരളത്തിൽ കളിക്കുന്നത്.
ഇത് രണ്ടും പരസ്പരം ശക്തിപ്പെടുത്തുകയാണ് ചെയ്യുക. മതനിരപേക്ഷ നിലപാടിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടി പറ്റാവുന്ന ഒരു സമീപനം ലീഗ് സ്വീകരിക്കേണ്ടത് അത് ലീഗിന്റെ മാത്രം സംരക്ഷണത്തിനല്ല, കേരളത്തിന്റെ മതനിരപേക്ഷതക്ക് അത്യന്താപേക്ഷിതമായ കാര്യമാണ്. ലീഗ് പോകുമോ മാണി വരുമോ അതാണ് ചോദ്യം. ഒരു ശ്രമം നടത്തുന്നുണ്ടോ ലീഗ് പോവോ എന്നുള്ള ഒരു ചോദ്യത്തിന് തന്നെ പ്രസക്തി. ലീഗ് കൂട്ടുപിടിക്കുന്നു എന്ന പ്രകാശൻ മാസ്റ്ററുടെ ലീഗ് എന്നും ഒരു മതേതരത്വ കാഴ്ചപ്പാടുകൂടി മുന്നോട്ട് പോയ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. അതിൽ ഏറ്റവും വലിയ ഉദാഹരണമാണ് ബാബറി മസ്ജിദ് തകർക്കപ്പെട്ട സമയത്ത് അന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് എടുത്ത ആ ഒരു നിലപാടും ആ ഒരു കർക്കശമായ ഒരു കല്ല് പോലും എവിടെയും വീഴാൻ പാടില്ല എന്ന് അദ്ദേഹം അന്ന് ശബരിമല ശേഷമാണ് ഒന്നും ആർക്കും ഒന്നും ഉണ്ടാകരുത് എന്നുള്ളൊരു നിലപാട് സ്വീകരിച്ച ഒരു പാർട്ടിയാണ്. എന്നും മതേതരത്വ സ്വഭാവം നിലനിർത്തിക്കൊണ്ടുപോയ ഒരു പാർട്ടിയാണ്. കോൺഗ്രസുമായി ഏറ്റവും അടുത്ത, അതായത് ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങൾ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. അതിന് ഒരു കാരണവശാലും വെറുതെ ഓരോരോ സീസൺ ഒരു സൈഡിൽ ഉണ്ടായിരുന്ന മാണിയാണ് അപ്പുറത്തേക്ക് പോയത്. തിരിച്ചു വരുമോ, മാണി വരുമോ ഇല്ലയോ എന്നുള്ളത് മാണിയുടെ സാധ്യതകളൊന്നും തള്ളിക്കളഞ്ഞു. എന്താണ് സാധ്യത, എങ്ങനെയാണ് സാധ്യത എന്ന് പറഞ്ഞാൽ അത് കേരളത്തിലെ ഒരു മതേതര ജനാധിപത്യ ഒരു പാർട്ടി പ്രസ്ഥാനം എന്നതിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വം അത് കേന്ദ്രത്തിലായാലും കേരളത്തിലാകാനും ഉണ്ടാകണം എന്നുള്ള ഒരു കാഴ്ചപ്പാട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ഉണ്ടാവും, സ്വാഭാവികമാണ്. മാണി ഗ്രൂപ്പിന് അവിടെ എന്തെങ്കിലും പ്രശ്നമുള്ളതായിട്ട് തോന്നിയിട്ടുണ്ടോ? മാണി ഗ്രൂപ്പിന് പ്രശ്നമുണ്ടല്ലോ, പല പ്രശ്നങ്ങളും കഴിഞ്ഞ കോട്ടയം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് അവിടെ വിഷയങ്ങൾ വന്നിട്ടുണ്ട്. പാലാ മുനിസിപ്പാലിറ്റി എല്ലായിടത്തും വിഷയങ്ങളുണ്ട്. ഇവർ ബന്ധപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ തന്നെ വിഷയങ്ങളുണ്ട്. ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളുമായിട്ട് വിഷയങ്ങളുണ്ട്. അപ്പൊ അത്തരം വിഷയങ്ങൾ മാത്രമല്ല, ഒരു രാഷ്ട്രീയപരമായ ഒരു ചിന്തയിൽ അടിസ്ഥാനത്തിൽ വേണമെങ്കിൽ അത് കോൺഗ്രസുമായി അടുക്കുന്നതിൽ പ്രയാസമില്ല എന്നുള്ള രീതിയിലേക്കാണ് കേരളത്തിലെ പൊളിറ്റിക്സ് പോകുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബിജു, ഒരു ചോദ്യം. കേരളം ഒരു വലിയ മതസൗഹാർദ്ദം ഉയർത്തിപ്പിടിക്കുന്ന ഒരു സംസ്ഥാനമാണ്. PC ജോർജ് എന്ന നേതാവ് നിരന്തരം ഇങ്ങനെ വിഷം തുപ്പിക്കൊണ്ടിരിക്കുകയാണ്. അയാളെ അറസ്റ്റ് ചെയ്യുന്നു, അയാൾക്കെതിരെ കേസെടുക്കുന്നു, പിന്നെയും അയാൾ ഇറങ്ങുന്നു, പിന്നെയും വിഷം തുപ്പുന്നു. ഇങ്ങനെ ഒരു നേതാവിന് വേണ്ടി BJP സംസാരിക്കുന്നു. എന്താണ് താങ്കൾക്ക് അതിനെക്കുറിച്ച് പറയാം? അല്ല, BJP ഒരു മതതീവ്രവാദം പറയുന്നവരെ സംരക്ഷിക്കുന്ന നിലപാട് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഇല്ല. മറിച്ച് യാഥാർത്ഥ്യം, നമ്മുടെ കേരളത്തിനകത്ത് യാഥാർത്ഥ്യം പറയുമ്പോൾ അതിനെ ഒരു ഭീകരതയായിട്ട് എല്ലാം യാഥാർത്ഥ്യമാണെന്ന് ഞാൻ പറയുന്നു. പക്ഷെ അതിൽ ഇവിടെ ലവ് ജിഹാദ് നടക്കുന്നു. അത് PC ജോർജ് ഉന്നയിച്ച കാര്യമാണ്. ഹിന്ദു പെൺകുട്ടികളെ, ക്രിസ്ത്യൻ പെൺകുട്ടികളെ ബോധപൂർവം പ്രണയം നടിച്ച് മതഭീകരവാദികൾ കൊണ്ടുപോയി അവർ മതപരിവർത്തന കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയി അവരുടെ മാർഗം കൂട്ടാൻ ശ്രമിക്കുന്നു. അത് PC ജോർജ് പറഞ്ഞതിൽ എന്താ താങ്കൾ പറയുന്നത്? അത് യാഥാർത്ഥ്യമാണ്. എത്ര തെളിവുകൾ, എത്ര ആളുകളുടെ പ്രണയത്തിനല്ല, പ്രണയം നടിച്ചിട്ടാണ്. യഥാർത്ഥ പ്രണയമല്ല ഇവിടെ കാണുന്നത്. PC ജോർജ് പറയുന്ന ചില കാര്യങ്ങളിൽ നമുക്ക് ശരിയുണ്ട്. ആ ശരി എന്ന നിലക്ക് അതുകൊണ്ടാണ് BJP അദ്ദേഹത്തെ പിന്തുണച്ചത്. ഏത് കാര്യത്തിനെയും മതത്തെ വെച്ചുകൊണ്ട് പരിശോധിക്കുന്ന നിലപാട് കേരളത്തിന് ആപത്താണെന്നാണ് PC ജോർജ് ഒരു രാഷ്ട്രീയ ഭിക്ഷാന്തേഹിയല്ലേ. അദ്ദേഹം ഞാനുമായിട്ട് വളരെ അടുത്ത് ബന്ധമുള്ള അടുത്ത സുഹൃത്തുക്കളുള്ള ഒരാളാണ്. പക്ഷേ അദ്ദേഹം സ്വീകരിക്കുന്ന നിലപാടുകൾ അദ്ദേഹത്തിന് തന്നെ പ്രവചിക്കാനാവില്ല. ഇപ്പൊ അദ്ദേഹം സംസാരിക്കുന്ന സമയത്ത് LDFന്റെ ഭാഗമായിട്ട് അദ്ദേഹം ഉണ്ടായ ഒരു സമയത്ത് ഞാൻ MLA ആയിരുന്നു. അദ്ദേഹം എഴുന്നേൽക്കുമ്പോൾ അദ്ദേഹം എന്താ പറയാന്നുള്ളത് ഞങ്ങൾക്ക് ഭയത്തോടെ ഞങ്ങൾ നോക്കുക. കാരണം അദ്ദേഹത്തിന് അറിയില്ല എന്താ പറയുന്നത്. വായന്ന് അല്ല, അദ്ദേഹം ആ നിലക്ക് സംസാരിക്കുന്ന ഒരാളാണ്. അത് സാധാരണ പരസ്പരം സംസാരിക്കുമ്പോഴും ആ നിലപാടാണ്. എന്ന് പറഞ്ഞാൽ സാമാന്യ പരസ്പരം ഒരു സംസാരിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ധാരണ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ഉള്ള കാര്യം പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല അദ്ദേഹത്തിൽ നിന്ന്. അവിടെ അദ്ദേഹം ഒരു രാഷ്ട്രീയമായിട്ടൊരു ഭാഗ്യാന്വേഷിയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഏറ്റവും ഒടുവിൽ അദ്ദേഹം BJPയിൽ എത്തി നിൽക്കുന്നത്. ഇനി എങ്ങോട്ടേക്കാണ് പോകുക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. എങ്ങനെയാണ് മാർട്ടിൻ ഈ പറയുന്നതൊക്കെ ലവ് ജിഹാദും കാര്യമൊക്കെ കേരളത്തിലുണ്ട് ശരിക്കും? അല്ല, ഇത് ഈ പറഞ്ഞ പോലെ തന്നെയാണ്. ഇത് ശരിക്കും ഒരു മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരം കാര്യങ്ങൾ സംസാരിക്കപ്പെടുമ്പോൾ ഉണ്ടാവുന്ന ചില വിഷയങ്ങളായിട്ടാണ് സഹിക്കാൻ പറ്റൂ. കേരളം പോലുള്ളൊരു ഇത്രയും മതമൊക്കെ എല്ലാ കാര്യത്തിലും കയറി ഇടപെടുക, മതത്തിന്റെ പേര് എല്ലാ വിഷയത്തിലും കടന്നു വരിക, ഇതെന്താണെന്ന് കൃത്യമായി അതൊന്ന് അനാലിസിസ് ചെയ്ത് അതിൻ്റെതായ ഒരു സത്വര നടപടികളും കാര്യങ്ങളും
ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. എന്താണ് PC ജോർജിന് എന്താണ് ഇപ്പൊ ഈ ഇത്രയും നിയമലംഘനം നടത്തിയിട്ടും അയാൾക്ക് PC ജോർജ് വാർത്തകളിൽ ഇടം കിട്ടാൻ വേണ്ടിയിട്ടുള്ള അഭ്യാസമാണ്. അതിലൊന്നും ഒരു സംശയമില്ല. ഈ ഇത്തരം വിഷയങ്ങൾ പറയുമ്പോൾ ഇതൊക്കെ ഈ വളരെ ജനങ്ങളെ ബാധിക്കുകയും വളരെ വളരെ സെൻസിറ്റീവായ വിഷയങ്ങളിൽ ഇടപെടുമ്പോഴാണ് കുറച്ചുകൂടി വാർത്ത. അതിൻ്റെ പേരിൽ PC ജോർജിനൊക്കെ നടപടി വരുന്ന കുറച്ച് ദിവസം വാർത്തകൾ നിറഞ്ഞു വെക്കാം. അത്തരം വാർത്തകളാണല്ലോ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനുണ്ടായ സാഹചര്യത്തിലുള്ള ആ വാർത്ത ശരിക്കും പറഞ്ഞാൽ അത്ര ഭീകരമാണ്. ആ ലെവലിൽ കണ്ടാൽ മതി. ഒരു ചോദ്യം പ്രകാശൻ മാഷി, ഞങ്ങളിപ്പോൾ ഈ സാധാരണ സോഷ്യൽ മീഡിയ അടക്കം വാർത്തകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നൊരു കാര്യം, ഈ ഇടതുപക്ഷം പിണറായി കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് CPM മുന്നോട്ട് പോകുന്നത്. ഇനി ഒരു തെരഞ്ഞെടുപ്പ് വന്ന് ഇടതുപക്ഷമൊക്കെ അധികാരത്തിൽ വന്നാൽ റിയാസ് മുഖ്യമന്ത്രിയാകും. അദ്ദേഹം മുഖ്യമന്ത്രിയുടെ മരുമകനായതുകൊണ്ട്, മകളുടെ ഭർത്താവായതുകൊണ്ട് അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കാനുള്ള കരുനീക്കങ്ങളാണ്. അദ്ദേഹമാണ് ഇപ്പോൾ രണ്ടാമൻ. അതുകൊണ്ടാണ് മുതിർന്ന നേതാക്കൾ പലരും തഴയപ്പെടുന്നതെന്നൊക്കെ വലിയ പ്രചരണം ഉണ്ടാകുന്നു. അതിനെക്കുറിച്ച് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഈ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാര് താങ്കൾ കേട്ടിട്ടില്ല എത്ര പ്രചരണങ്ങൾ? വ്യക്തിപരമായി ഇത്രയേറെ ആക്ഷേപിക്കപ്പെട്ട മറ്റൊരു നേതാവ് കേരളത്തിലില്ല. പിണറായി അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഭാര്യക്കെതിരെ, മകൾക്കെതിരെ, മകളുടെ ഭർത്താവിനെതിരെയൊക്കെയുള്ള ആരോപണങ്ങൾ അതിന്റെ ഭാഗമാണ്. ആ നിലക്ക് ഒരു ചിന്ത ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള കാര്യം തന്നെയാണ് റിയാസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്നത്. റിയാസ് അറിയപ്പെടുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ്. അദ്ദേഹത്തിന്റെ മകളെ കല്യാണം കഴിക്കുന്നതിന് എത്രയോ മുമ്പ് അദ്ദേഹം ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് ആയ മനുഷ്യല്ലേ. അദ്ദേഹത്തെ സംബന്ധിച്ച് എന്തോ പിണറായിയുടെ മകളുടെ ഭർത്താവാണെന്ന് പറയുന്ന ഒരു കാര്യം വെച്ചുകൊണ്ട് അദ്ദേഹത്തെ ചർച്ച ചെയ്യുന്നതിൽ യാതൊരു എന്താണ് അതിനകത്ത് മാറ്റിന്റെ? അതിനകത്ത് നമുക്ക് പുറത്തുനിന്ന് നോക്കിക്കാണുന്ന നമുക്ക് കൃത്യമായിട്ട് അറിയാം. അമിത പ്രാധാന്യം റിയാസിന് കൊടുക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിലൊന്നും ഒരു സംശയമില്ല. പിന്നെ അതിനകത്ത് നമ്മൾ ഇടപെടേണ്ട ഒരു ആവശ്യം വരുന്നില്ല. അല്ല, അതൊരു പാർട്ടിയുടെ ഇന്നർ ആരെ ആക്കണം ആരെ ആക്കണ്ട അയാളെ രണ്ടാമനാക്കി ഉയർത്തിക്കൊണ്ടുവന്ന ഒന്നാമനാക്കി സാധ്യത ഉണ്ടെന്ന് അടുത്ത ഓണത്തെ പറ്റി ആലോചിക്കേണ്ട കാര്യമില്ലല്ലോ. ചോദിക്കുന്ന UDF അധികാരത്തിൽ വന്നാൽ മുഖ്യമന്ത്രി പദത്തിന് വേണ്ടി 5-6 ആള് രംഗത്തുണ്ടെന്നല്ലേ പറയുന്നത്. അതെന്ത് ചെയ്യും? ഇത് ഏറ്റവും വലിയ ജനാധിപത്യ മതേതര പാർട്ടിയല്ലേ. ഇതിനകത്ത് ഏത് കാലത്താ? എല്ലാ കാലത്തും ഉണ്ട്. ആർക്കും നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളൂ. കഴിഞ്ഞ തവണ ഭരണം കഴിഞ്ഞപ്പോ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഭരണം കിട്ടി ആരാണ് മുഖ്യമന്ത്രി, ഭരണം കിട്ടിയില്ലെങ്കിൽ പ്രതിപക്ഷത്ത് ആരാണ് ഒന്ന് നമ്മൾ വിചാരിച്ചോ ഈ VD സതീശനാണ് ആകുന്നു, അതിന് മുമ്പിലത്തെ രമേശ് ചെന്നിത്തല ആകുന്നെന്ന് വിചാരിച്ചു. ഈ പാർട്ടിക്ക് ഒരു സിസ്റ്റം ഉണ്ട്. അത് കൃത്യമായി ഭരണത്തിൽ വരികയും കൃത്യമായ മുഖ്യമന്ത്രിയെ കണ്ടെത്തുകയും ചെയ്യും. ഘടകമല്ല ഈ ബഹളങ്ങളൊന്നും ഒരു ഘടകമല്ല. ഏതാ ഈ ബഹളങ്ങളൊന്നും ഒരു ഘടകമല്ല. എങ്ങനെയാണ് ബിജു റിയാസിന്റെ കാര്യത്തിൽ എന്താണ് താങ്കളുടെ രാഷ്ട്രീയ പ്രസ്ഥാനം? വലിയ പ്രചരണങ്ങളാണ് കാര്യത്തിൽ നടക്കാറ്. അല്ല, മുഖ്യമന്ത്രിയുടെ ഒരു PR വർക്ക് ഉണ്ട് ഒരു ഭാഗത്ത്. വീണ്ടും 3ാം ടേം പിണറായി വിജയൻ വരും എന്നുള്ളത്. അതോടൊപ്പം തന്നെ പിണറായി മുന്നോട്ടേക്ക് പോകുമ്പോൾ ഇനി 3ാം ടേമിൽ ഒരുപക്ഷെ ഏതെങ്കിലും ഒരു വർഷം കഴിഞ്ഞാൽ, ഇനി പിണറായി മുഖ്യമന്ത്രി ആയെന്ന് ഇരിക്കട്ടെ, ഒരു വർഷം കഴിഞ്ഞാൽ ഒരുപക്ഷെ റിയാസിനെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരാനുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം ഇവിടെ കാണുന്നുണ്ട് എന്നുള്ളത്. അതാണ് പിണറായി വിജയൻ ചില വിഷയങ്ങളിൽ, പ്രത്യേകിച്ചിട്ട് മന്ത്രിസഭയിൽ ഒരു അമിത പ്രാധാന്യം റിയാസിന് കൊടുക്കുന്നുണ്ട് എന്നുള്ളൊരു ഫീല് നമുക്ക് ഉണ്ടാവുന്നുണ്ട്. ആ ഫീല് ചില പദ്ധതികളിൽ, ചില പരിപാടികളിൽ റിയാസിനെ മുൻനിർത്തിക്കൊണ്ട് പിണറായി വിജയൻ പ്രവർത്തിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു. ഒരു ചോദ്യം, കേരം തിങ്ങും കേരള നാട് KR ഗൗരി ഭരിച്ചിടുന്ന ഒരു മുദ്രാവാക്യം കൊണ്ടുവന്നിരുന്നു. വീണ്ടും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ KK ശൈലജ എത്തിയിരിക്കുന്നു. കേരം തിങ്ങും കേരള നാട് KK ശൈലജ ഭരിച്ചിടും എന്നൊരു മുദ്രാവാക്യം ഉയരാൻ സാധ്യതയുണ്ടോ? ഇതൊന്നും CPMന്റെ ആന്തരിക സംഘടനാ നിലവാരവും അറിയാത്തത് കൊണ്ട് നടക്കുന്ന ചർച്ചകളാണ്. CPMന് അത്തരം കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമായ നിലക്കുള്ള നിലപാടുകൾ എടുക്കാനുള്ള കരുത്ത് അതിന്റെ ബന്ധപ്പെട്ട പാർട്ടി കമ്മിറ്റികൾക്ക്. മുഖ്യമന്ത്രി വനിതയാണോ മുഖ്യമന്ത്രി പുരുഷനാണോ എന്നുള്ളതല്ലല്ലോ വിഷയം. ഈ നാട്ടിൽ വരുന്ന മുഖ്യമന്ത്രി ഈ നാടിന്റെ സജീവമായ താല്പര്യങ്ങളെ പ്രതിദാനം ചെയ്യാൻ ആർക്കാണ് ആ സന്ദർഭത്തിൽ സാധിക്കുക? അതാണല്ലോ തീരുമാനിക്കേണ്ട ഒരു വിഷയം. അത് തീരുമാനിക്കാനുള്ള കരുത്ത് CPMനുണ്ട്. അതിന് കേന്ദ്ര കമ്മിറ്റിയും അതുപോലെ സംസ്ഥാന കമ്മിറ്റിയും എല്ലാം ചേർന്നാണ് അത്തരം കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ നടക്കുന്ന ഊഹാപോഹങ്ങൾ, അതുപോലെ തന്നെ ചർച്ചകൾ, അവയൊന്നും മുഖവിലക്കെടുത്ത് ചർച്ച ചെയ്യേണ്ട കാര്യമാണ് CPM വിചാരിക്കുന്നില്ല. എങ്ങനെയാണ് അല്ല, അതിനകത്ത് വ്യക്തമായ ഒരു കാരണം അവർക്ക് കൃത്യമായ നിലപാടുകളുണ്ട്. അത് ഒരു നേരത്തെ തന്നെ അവർ കണ്ടുവച്ചിട്ടുണ്ടാവും.
അത് മുഖ്യമന്ത്രി ആരോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി എന്നുള്ളതല്ല, പാർട്ടിയിൽ ആരൊക്കെ എന്തൊക്കെ ആയിരിക്കണമെന്ന് പിണറായി വിജയൻ്റെ ഒരു അജണ്ട ഉണ്ടാവും. ആ അജണ്ട അവിടെ നടപ്പിലാക്കും. അതിനകത്ത് വേറെ ആർക്കും ഒരു അത് തന്നെയല്ലേ എം വി ജയരാജൻ പിന്നെ മത്സരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിനെ പിന്നെ മാറ്റി തിരിച്ചു വന്നപ്പോൾ അദ്ദേഹത്തിന് കൊടുത്തില്ലേ പി ജയരാജൻ? അപ്പൊ ഒരു ഡിസിഷൻ അവരുടെ അടുത്തുണ്ട്. പിണറായി വിജയൻ ഒരു ഡിസിഷൻ ഉണ്ട്. അതിപ്പോ ആര് ഇതിനകത്ത് തോമസ് ഐസക് അല്ല, എം എ ബേബി അല്ല, ശൈല ടീച്ചറല്ല, ശ്രീമതി ടീച്ചറല്ല, ഇ പി ജയരാജനല്ല, ആരെന്തോ ആയിക്കോട്ടെ, പിണറായി വിജയൻ ഒരു ലൈൻ എടുത്തിട്ടുണ്ട്. ആ ലൈനിൽ അപ്പുറത്തേക്ക് ആർക്കില്ല. ഏതെങ്കിലും ഒരു നേതാവ് പോയിട്ട് എം വി ഗോവിന്ദൻ മാസ്റ്റർ പോയിട്ട് പിണറായി വിജയനോട് അതല്ല ഇതാ ശരിയെന്ന് പറയൂ? നവാസെ, ഞാനും നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെ ഒരു തോന്നലുണ്ടോ? മുഖ്യമന്ത്രി ഇപ്പോ വനിത വരുമെന്നല്ലേ, വനിതയ്ക്ക് ഇനി അടുത്തന്നെ സീറ്റ് കൊടുക്കുമെന്നില്ല സംശയം. അങ്ങനെയാണ്. അങ്ങനെ പേടിക്കേണ്ട ഒരാളാണോ പിണറായി? ഇവരൊക്കെ പറയുമ്പോ പിണറായിയുടെ മുന്നിൽ ആർക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പറ്റി പറയുന്ന കാര്യങ്ങൾ ആടന്തറിയുന്നു, അങ്ങാടി വാണിഭം എന്ന് ചോദിക്കാനേ പറ്റൂ. ഞങ്ങളുടെ പാർട്ടിക്കകത്ത് വിമർശനം അതിന്റെ ജീവനാണ്. എല്ലാ സംസ്ഥാന കമ്മിറ്റി യോഗത്തിലും കൃത്യമായി പങ്കെടുക്കുന്ന ആളാണ് സഹ പിണറായി. അവിടെ എല്ലാവരും പറയാനുള്ള മുഴുവൻ കാര്യങ്ങളും ഇവിടെ പറയും. ശക്തമായ വിമർശനം എല്ലാവരെയും പേരെടുത്ത്. ഇതിനകത്ത് മാർട്ടിൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്. എം വി ജയരാജൻ മത്സരിച്ചു, തിരിച്ചു വന്നപ്പോൾ ജില്ലാ സെക്രട്ടറി സ്ഥാനം കിട്ടി. പി ജയരാജൻ അത് കിട്ടിയില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അത് ഈ പറഞ്ഞ ആടന്തറിയുന്നു, അങ്ങാടി വാണിഭം എന്ന് പറഞ്ഞ പോലെയാണ്. എം വി ജയരാജൻ മത്സരിക്കുന്ന സമയത്തു തന്നെ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ തൽക്കാലം മാറ്റാൻ. അത് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെടുന്ന സെക്രട്ടറി ആയിരുന്നു ഞങ്ങൾക്കറിയാം. കാരണം ഞങ്ങളെ കാര്യം നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. കാര്യത്തിൽ ഞങ്ങൾ അന്നേരം ചർച്ച ചെയ്താണ്. ഇത് പിന്നെ സ്ഥായി ആയിട്ടുള്ള മാറ്റാണ്. അത് പുതിയ സെക്രട്ടറി എടുക്കും. അതേ പറഞ്ഞ ആടന്തറിയുന്നു. രണ്ടുപേർക്കും രണ്ട് ന്യായം വരുമ്പോൾ ഒരു സാധാരണ പാർട്ടി തീരുമാനിക്കുന്നതാണല്ലോ. പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റി ഇത്തവണ മത്സരിക്കും. അത് പാർട്ടിയല്ല, പിണറായിയാണ് തീരുമാനിക്കുന്നതെന്നാണ് മാർട്ടിൻ പറഞ്ഞത്. അവർക്ക് അവരുടെ പാർട്ടികളെ വെച്ചിട്ടല്ലേ പാർട്ടികളെ കാണാൻ കഴിയൂ. ഞങ്ങൾ ഇന്ത്യയിൽ നിലവിലുള്ള ഏറ്റവും വലിയ ജനാധിപത്യമുള്ള പാർട്ടിയാണ്. എല്ലാ സ്ഥാനങ്ങളും പാർട്ടിക്കകത്ത് തെരഞ്ഞെടുക്കപ്പെടുന്നവയാണ്. അങ്ങനെ പറയാൻ ഒറ്റ പാർട്ടി ഇന്ത്യയിൽ വേറെ ഇല്ല. എല്ലാം കെട്ടിത്തളർന്നു. ഈ അൻവറിന്റെ കാര്യത്തിൽ എന്താ വന്നോ UDF-ലേക്ക് പൂർണ്ണമായിട്ടും? അൻവർ ചില കാര്യങ്ങൾ ചില അഡ്ജസ്റ്റ്, കാരണം വെച്ച് കഴിഞ്ഞാൽ അൻവർ അവിടെ ചില കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറഞ്ഞു. അൻവർ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം പോലീസ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം അതിനകത്ത് കൃത്യമായി ശരിയാണ് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ അന്വേഷണം നടക്കുമെന്ന് തന്നെ ആ പോലീസ് ഓഫീസറെ തിരിച്ചെടുത്തതായിട്ട് കാണുന്നു. ഇതിനകത്തൊന്നൊരു വ്യവസ്ഥയില്ലല്ലോ കേരളത്തിൽ. ഇപ്പൊ ഈ അൻവർ പറഞ്ഞത് ശരിയാണെങ്കിൽ ഉദ്യോഗസ്ഥന് നടപടി വരണമല്ലോ. നടപടി വന്നിട്ടില്ല. നടപടി വരുന്നതിന് മുമ്പേ അദ്ദേഹത്തിന് പിന്നെ വീണ്ടും പോസ്റ്റിംഗ് ഇത് കൊടുത്തല്ലോ. അപ്പൊ ഇതിനകത്ത് വ്യവസ്ഥയില്ല എന്നുള്ളതല്ലേ മനസ്സിലാകുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇന്നലെ തലശ്ശേരിയിലെ ഉത്സവവുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ട് 2 SIമാരെ അവരെ ആ CPM-ന്റെ നേതാക്കൾ അവരെ പിടിച്ചു വന്നതിന്റെ പേരിൽ അവരെ ഇന്നലെ ട്രാൻസ്ഫർ ചെയ്തു. ഒരു കാര്യം അല്ലല്ല, MLA-ന്റെ മകനെ മയക്കുമരുന്ന് കേസിൽ പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും അത് എൻക്വയറി വെച്ച് ആ ഉദ്യോഗസ്ഥനെ വിളിച്ചു വരുത്തി. സംഭവം ആർക്ക് ഈ മയക്കുമരുന്ന് കേസെന്നൊക്കെ പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം നമ്മുടെ രാജ്യത്തിന്റെ, നമ്മുടെ സംസ്ഥാനത്തിന് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അപ്പൊ ഇങ്ങനെ പിടിക്കപ്പെടുമ്പോൾ ആ പിടിച്ച ഉദ്യോഗസ്ഥനെ ഭീഷണിപ്പെടുത്തുന്നു. അതുപോലെ ഇത്തരം ക്ഷേത്രങ്ങളിൽ നടക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് പിടിക്കുന്നവരെ അതിനുകൂടി ഒന്ന് മറുപടി പറഞ്ഞ് നമുക്ക് നിർത്താം. മണോളിക്ക വിഷയമാണ്. ഒരു വിഷയത്തിലും അന്യായമായ നിലക്ക് പോലീസിൽ ഇടപെടുന്ന ഒരു നില ഞങ്ങൾ സ്വീകരിക്കാറില്ല. ഇവിടെ കേരളത്തിന്റെ ചരിത്രത്തിന്റെ ഏറ്റവും വലിയ ലഹരി വേട്ട നടക്കുന്നത് ഈ ആഴ്ചയിലാണ്. തുടരാണ് ഇപ്പോൾ. കേരളത്തിന്റെ ചരിത്രത്തിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല. പിന്നെ ഏറ്റവും ഏറെ പോലീസുകാർ പിരിച്ചുവിടപ്പെട്ട കാലം ഈ ഗവൺമെന്റ് കാലമാണ്. 140-ലേറെ പോലീസുകാരായിട്ട് പിരിച്ചുവിട്ടിട്ടുണ്ട്. ഒരു ഗവൺമെന്റിനകത്തും അങ്ങനെ ഉണ്ടായിട്ടില്ല. നിരവധി ക്രിമിനലായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് നടപടിയെടുത്ത ഗവൺമെന്റ് പിണറായി വിജയൻ ഗവൺമെന്റാണ്. അതുകൊണ്ട് പോലീസിനെ ഒരു കാരണവശാലും രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുന്ന ഒരു നിലപാട് ഞങ്ങൾ സ്വീകരിക്കും. ഞങ്ങളുടെ നിലപാടിന് എതിരാണ്. നമ്മുടെ സമയം കഴിഞ്ഞിരിക്കുന്നു. പ്രമുഖരായ 3 നേതാക്കൾ സമകാലിക രാഷ്ട്രീയമാണ് ഇവിടെ ചർച്ച ചെയ്തിരിക്കുന്നത്. ഈ ചർച്ചകളൊക്കെ ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് വരികയാണ്. ആദ്യം ത്രിതല പഞ്ചായത്ത്, അത് കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പ്. കേരളത്തിലെ മണ്ണിനും വിണ്ണിനും കാറ്റിനും മരത്തിനും എല്ലാത്തിനും രാഷ്ട്രീയമുണ്ട്. അതുകൊണ്ട് നമ്മൾ നിരന്തരം ഇത് ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷേ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഉചിതമായ തീരുമാനം നമ്മൾ എടുക്കും. സമ്മതിദായകർ കൃത്യമായിട്ട് അത് വിനിയോഗിക്കും. കേരളം വികസിക്കട്ടെ, നാട് നന്നാകട്ടെ, അതിൻ്റെ ഒപ്പം തന്നെ ലഹരി തുടച്ചു മാറ്റപ്പെടട്ടെ. അതിനുള്ള മുന്നൊരുക്കമാകട്ടെ നാട്ടിൽ നടക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് നേരത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. പങ്കെടുത്ത 3 നേതാക്കൾക്കും ഒപ്പം പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.